അഞ്ചാം ശ്ലോകം എന്ന് പറഞ്ഞില്ല. ശരി. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ദാനന്തമാത്മജം ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മർമ്മഗ്രാഹിയായ ഒരു ശ്രീകൃഷ്ണ വചനത്തിലായി എത്തി നിൽക്കുന്നു. ഈ കർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ച് ഭിക്ഷാന്നം കൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന അർജുന ചിന്തയുടെ തലത്തെയാണ് ഭഗവാൻ സ്പർശിക്കുന്നതെന്നുള്ളത് തീർച്ചയാണ്. കർമ്മയോഗമെന്ന് ഈ അധ്യായത്തിന് പേര് വന്നതും അതുകൊണ്ടാണ്. അർജുന ചിന്തയ്ക്ക് അർജുനൻ ഒന്നാം അധ്യായത്തില് ത്യാഗനിഷ്ഠമായ ഒരു തലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഒരു വേള കൗരവർ എന്നെ കൊല്ലുമെന്നായാൽ പോലും അശസ്ത്രം ശസ്ത്രപാണയഃ ധാർധരാഷ്ട്രേ രണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. അത് അർജുന ത്യാഗത്തിന്റെ വൃശ്ചികപുച്ഛമാണ്. അതിനെ ഒരാൾ നിഷേധിക്കുന്നു എന്ന് വന്നാൽ അയാൾ ത്യാഗത്തെ നിഷേധിക്കലാണ്. അതിനെ അംഗീകരിക്കുന്നു എന്ന് വന്നാൽ അർജുനന്റെ ദുഃഖത്തെ കൂടി അംഗീകരിക്കുകയാണ്. ത്യാഗം ഉളവാക്കേണ്ടുന്ന ആനന്ദം ശരീരം തുച്ഛമാണെന്നോർത്ത് ത്യജിച്ചാൽ കിട്ടേണ്ടതാണ്. ഇത് ലൗകികമായൊരു വസ്തുവാണെന്നും ഇത് ദൃഷ്ടനഷ്ടമാണെന്നും ഇത് ഉപയുക്തമല്ലാത്തപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ദുഃഖം തന്നെയാണെന്നും ഇതിന് ഉപഭോഗമുള്ളവന്റെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ ഉപയോഗത്തിന് ചാരുവാണെന്നും തിരിച്ചറിയുമ്പോൾ ആ വസ്തുവിനെ അതർഹിക്കുന്ന തലത്തിലേക്ക് മാറ്റി താൻ ആ വസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ അവാച്യമായ ഒരു ആനന്ദമാണ് വ്യക്തിക്കുണ്ടാകേണ്ടത്. ശസ്ത്രം കയ്യിൽ നിന്ന് പോകുമ്പോൾ ആനന്ദമുണ്ടാകുന്നതായി കാണുന്നില്ല. ബന്ധുക്കളിൽ നിന്ന് വിട്ടുപോകുമ്പോഴോ ബന്ധുക്കൾ ഭാവിയിൽ തന്നെ വിട്ടുപോകുമ്പോഴോ അതിന്റെ ചിന്തകൾ അർജുനനെ സമാശ്വസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഇതിവൃത്തം സരളമായി പറഞ്ഞാൽ അർജുനൻ ബന്ധിച്ച ഒരു മുറിയിൽ കർമ്മത്തിന് ഇങ്ങനൊരു തലമുണ്ട്. അർജുനനെ ബന്ധിച്ച ഒരു മുറിയിൽ അർജുനനിട്ട കുറ്റികൾ തുറക്കാനാവാതെ നിൽക്കുകയാണ്.
പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല. പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും മുറിക്കകത്ത് കയറി കഥ കൂട്ടിയിട്ടുണ്ടോ? ബുദ്ധിമാന്മാർ പോലും അത് തുറക്കുന്നതിന് തള്ളിപ്പിടിച്ചുകൊണ്ട് കുറ്റിയെടുക്കാൻ പോകും. കാരണം വാതില് നല്ലപോലെ അമർത്തിപ്പിടിച്ചിട്ട് വേണം കുറ്റി വലിക്കാൻ. ശരിയല്ല? കുറ്റി ഊരുകയില്ല. ഇത് അമർത്തിപ്പിടിക്കുമ്പോൾ വാതിലേൽ വരുന്ന കുറ്റിയുടെ ഭാഗവും അതിന്റെ പടിയിൽ വരുന്ന കുറ്റിയുടെ ഭാഗവും, ആ പടിയിൽ വരുന്ന കുറ്റിയുടെ ഭാഗം വാതിൽ അമർത്തുമ്പോൾ ബലമായി അവിടെ ഉറയ്ക്കുകയാൽ ഇത് വലിക്കാൻ പറ്റില്ല. കൃത്യമായി ചേർന്നിരിക്കുന്ന ഒരു വാതിൽ, തള്ളേണ്ടതില്ലാത്ത ഒരു വാതിൽ, കുറ്റി സ്വച്ഛന്തമായി മൂവ് ചെയ്യുന്ന ഒരു വാതിൽ തള്ളിപ്പിടിച്ചിട്ട് കുറ്റി തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലുള്ളൊരവസ്ഥയിൽ അർജുനൻ പെട്ടിരിക്കുന്നു. അത് തള്ളിപ്പിടിച്ച് വ്യാഖ്യാനിച്ചാൽ അർത്ഥം കിട്ടില്ല. അത്രയും സിമ്പിളാണ്. നമുക്കൊക്കെ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ശരിയല്ല? വീണ്ടും നമ്മൾ കൈവിടും. ആ കൈവിട്ട സമയത്ത് പതുക്കെ കുറ്റിയിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അത് ഈ ലാഘവത്തോടെ ഊർന്നു പോരും. പിടിക്കുകയില്ല. നമ്മൾ ആളെ വിളിച്ചു കൂട്ടും. പുറത്തുനിന്ന് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. വെളി നിൽക്കുന്നവന് ഇതിനകത്തിട്ട കുറ്റി ഊരാൻ പറ്റുമോ? അവൻ വന്നിട്ട് അവനൊരു വില കാണിക്കും. അവൻ പറയും, ഞാൻ വലിച്ചു പിടിക്കാം, നീ തുറക്കാൻ പറയും. അവരും വലിച്ചു പിടിക്കും, നിങ്ങളും തള്ളും, ഒട്ടും തുറക്കാൻ മേലാതാകും. ശരിയല്ല? അനുഭവോർത്താ ചിരിച്ച. കുറച്ച് കഴിഞ്ഞ് വിവരമുള്ളവൻ വന്നിട്ട് പറയും, വിട്, നീയും കൈവിട്, നീ ആ കുറ്റിയിലൊന്ന് പതുക്കെ പിടിച്ചു നോക്കി, നീ ഒന്നും ചെയ്യണ്ട, നീ തള്ളണ്ട, യാതൊരു ബഹളവും വെക്കണ്ട, പതുക്കെ ആ കുറ്റിയിലൊന്ന് പിടിച്ചു നോക്കും. തുറക്കാം. ഇത് നേരത്തെ തോന്നാത്തെന്താ? അല്ലാതാ എനിക്കും ചോദിക്കാനുണ്ട്. ഈ പുറത്ത് പറഞ്ഞു കൊടുത്തവൻ പറയുന്നത്, ഇത് നേരത്തെ എന്താ തോന്നാതെ? അത് തന്നെയാണ് എന്റെയും ചോദ്യം. അർജുനൻ ഈ അവസ്ഥയിലാണ്. അർജുനൻ ത്യാഗം അമർത്തിപ്പിടിച്ച് സങ്കല്പിക്കുന്നു. ത്യാഗം അറിവിൽ സങ്കല്പിക്കുന്നുവെങ്കിൽ ആനന്ദമാണ്. അറിവില്ലാത്ത എല്ലാ ത്യാഗവും ദുഃഖമാണ്, ത്യാഗത്തെ നശിപ്പിക്കുന്നതാണ്. ത്യാഗം അനുഷ്ഠിക്കേണ്ടതല്ല, ആയിത്തീരേണ്ടതാണ്. ആധുനിക പഠനങ്ങളിലെല്ലാം നിങ്ങൾ ത്യാഗം അനുഷ്ഠിക്കണം. കടുത്ത സംഘർഷം ഉണ്ടാവും. ആനന്ദം ഉണ്ടാവില്ല, സമാധി കിട്ടില്ല. യാതൊരു ആവശ്യവും എനിക്കില്ലാത്ത ഒരു വസ്തുവിനോട് എനിക്ക് മമതയുണ്ടായി, ബന്ധമുണ്ടാക്കി അത് വയ്ക്കുമ്പോൾ അത് എന്റെയാണെന്ന മമത കൂടാതെ കയ്യിൽ നിന്ന് വെടിയാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല. സ്വത്വം അതിൽ നിന്ന് സ്വച്ഛന്തമായി നിവർത്തിച്ചാൽ ആ വസ്തു അതിനുപയുക്തമായിടത്ത് ഉപയോഗിക്കുവാൻ, അതിൻ്റെ പൂഞ്ചികകൾ ഓരോന്നും സ്വതന്ത്രമാകാൻ, അതിൻ്റെ പ്രവർത്തനക്ഷമത എന്റെ മനസ്സ് മോചിക്കുന്നതോടെ മുക്തമാകാൻ, അത്
ഉതകുന്ന തലത്തിലേക്ക് മാറാൻ എൻ്റെ മനസ്സ് മാറുന്നതോടെ ആവുമ്പോഴാണ് വസ്തുവും ചാരുവാകുന്നത്. എൻ്റെ സൈക്കിളിൻ്റെ ചാവി, എൻ്റെ ബൈക്കിൻ്റെ ചാവി, എൻ്റെ കാറിൻ്റെ ചാവിയൊക്കെ മറ്റൊരാൾക്ക് ഓടിക്കാൻ ലാഘവത്തോടെ ഞാൻ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന നിമിഷത്തേക്കെങ്കിലും അതിന്മേലുള്ള എൻ്റെ ബന്ധം പിൻവലിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ അവയവങ്ങളും അതിൻ്റെ ഓരോ പൂഞ്ചികയും ആ ചാവിയുമായി നീങ്ങുന്നവനോട് യോജിച്ച് നീങ്ങുമ്പോൾ അപകടമില്ലാതെ അത് തിരിച്ചെത്തും. അതിലെൻ്റെ പ്രാണനും എൻ്റെ മനസ്സും ബന്ധിച്ചിട്ടാണ് ഓടിക്കാനുള്ള താക്കോൽ മാത്രം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നതെങ്കിൽ ഞാനിരിക്കുന്ന മുറിയിലേക്ക് ഏകാഗ്രമാകുന്ന അതിൻ്റെ പൂഞ്ചികകൾ ഓരോന്നും അവനെ അപകടത്തിലേക്കോ ആ വസ്തു അതിൻ്റെ വിയോജനക്കുറിപ്പിലേക്കോ നീങ്ങും. ഇതിന് ദർശനം എന്ന് പറയും. ഇത് ഭൗതിക ശാസ്ത്രത്തിനില്ല. മകളെ ആ അവിയലൊന്ന് നോക്കിയേക്കണം. കരിക്കരുത്, മറന്നുപോകരുത് എന്ന് പറയുന്നൊരമ്മ ഇറങ്ങിപ്പോകുമ്പോൾ കൂടെ പോകുന്നയാളോട് അവളെല്ലാം കരിച്ചു കളയും. ഒന്നും നേരെയാക്കില്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. കൽച്ചട്ടി അടുപ്പേ വെച്ചിരിക്കുന്നത്, വരാതിരിക്കാനും പറ്റില്ല. തിരിച്ചെത്തുമ്പോൾ കരിയും. കാരണം ആ കൽച്ചട്ടി ഇവരുടെ ശരീരത്തിൽ നിന്ന് ബന്ധം മോചിപ്പിച്ചിട്ടില്ല. ആ കൽച്ചട്ടി കരിക്കും. മകള് തെറിയും ചെയ്യും. നീ നിനക്ക് സൗകര്യം പോലെ ഉണ്ടാക്കുക, എനിക്കിപ്പോ പോകാതിരിക്കാൻ പറ്റില്ല, നീ നിന്റെ ഇഷ്ടത്തിനുണ്ടാക്ക്, എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ പോകേണ്ടതാണ്. അതിൻ്റെ ബന്ധം അവിടെ വെച്ചിട്ട് എൻ്റെ മകളാണ് നിന്നെ ഇനി കൈകാര്യം ചെയ്യാൻ വരുന്നത്, അവിടെ നീ എന്നോട് പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല അവളുടെ നിന്നോടുള്ള പ്രതികരണം, അതിനനുസരിച്ച് വേണമെന്നുള്ള നിലയിൽ ആ കർമ്മത്തെ, ആ പ്രതിഷ്ഠാപകമായ കർമ്മത്തെ തന്നിൽ നിന്ന് ഉപസംഹരിച്ച് അവളിൽ ഏൽപ്പിച്ചിട്ട് വേണം, അതിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വേണം ആ കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ. Can you imagine? At least can you imagine? ഞാൻ ആക്സെപ്റ്റ് എന്നുള്ള പദം ചോദിച്ചില്ല. ചോദിച്ചാൽ പല ഉത്തരം കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. ആ അപകടത്തിന് ഞാനില്ല. നിങ്ങൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ അറിവിതിനെ സമ്മതിക്കുമോ എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കുറേ ഭാഗമെങ്കിലും, മുഴുവനല്ല, കുറേ ഭാഗമെങ്കിലും. കാരണം ഭൗതിക വിജ്ഞാനം ഇതിനെ സമ്മതിച്ചു തരില്ല. അതിൻ്റെ ചേർച്ചയുടെ സങ്കേതങ്ങളിൽ ഇതുണ്ട്. സൂക്ഷ്മ ശാസ്ത്രതലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ശാസ്ത്രകാരൻ ലാബറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപാദനം പറമ്പിൽ കിട്ടില്ലാത്തത്. അവന്റെ മനസ്സുൽപ്പാദിപ്പിക്കുന്നത് സാമൂഹിക മനസ്സിൽ വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വാങ്ങുന്ന വാഹനങ്ങളുടെ ഇന്ധനക്ഷമത അതിന്റെ ശാസ്ത്ര സങ്കേതങ്ങളിൽ രൂപപ്പെടുത്തുന്നത് പുറം ലോകത്ത് കിട്ടുമ്പോൾ കൂടിയും കുറഞ്ഞുമിരിക്കുന്നത്. ഒരേ മറ്റീരിയൽ കൊണ്ട് ഒരേ തൊഴിലാളി വർഗം ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരേ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധനക്ഷമത വ്യത്യസ്തമാകുന്നത് ഇതുകൊണ്ടാണ്. അതെല്ലാം ഇതിനകത്ത് വന്നല്ലോ. മനസ്സെന്ന് പറയുന്ന ഈ സാധനത്തിൽ അതെല്ലാം വന്നല്ലോ. ഇത് ജീവിതത്തിലുടനീളം കാണാം. ഇത് സൂക്ഷ്മമാകും തോറും കൂടുതലാണ്. സോഫ്റ്റ്വെയറുകളിലൊക്കെ ഇത് വളരെ കൂടുതലാണ്. കമ്പ്യൂട്ടർ ബഗ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ മനസ്സാണ്. 15 ദിവസം കൃത്യമായി നിങ്ങൾക്ക് കണക്ക് തന്ന സോഫ്റ്റ്വെയർ 16ാമത്തെ ദിവസം വഴിമാറും. ഒരു പണിയും ചെയ്തു വെക്കാതെ. ആ സമയത്ത് അയാളുടെ മൈൻഡ് ഒന്ന് മാറിയിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റിന്റെ യോജിപ്പിന്റെ സമയത്ത് അയാളുടെ മൈൻഡ് ഒന്ന് വിറച്ചിട്ടുണ്ടാവും. ആ വേറെ എവിടെ പ്രകടമാവും. കർമ്മരംഗത്തിന്റെ ഈ യാഥാർത്ഥ്യം പരിഷ്കാരികൾ അംഗീകരിക്കാതെയാണ് മുന്നേറുന്നത്. അപ്പോൾ അർജുനൻ ത്യജിച്ചു. മനസ്സും വസ്തുവുമായുള്ള ബന്ധമോ ശരീരവും വസ്തുവുമായുള്ള ബന്ധമോ മനസ്സും മനസ്സുമായുള്ള ബന്ധമോ പാണ്ഡവ കൗരവ യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്തു പെടുത്താൻ പറ്റാത്ത മിത്രങ്ങളുടെ സാന്നിധ്യവും അവരുടെ അറിവും അവരിൽ നിന്ന് പഠിച്ച വിദ്യകൾ കൊണ്ട് അവരെ തന്നെ നേരിടേണ്ടി വരുന്ന അവസ്ഥയും ആ പിതാമഹന്റെയും ആ ആചാര്യന്റെയും ഒക്കെ സാന്നിധ്യങ്ങളും അവർ ധർമ്മിഷ്ഠരാണെന്നുള്ള സങ്കല്പനങ്ങളും ആന്തരികമായ ഒരു ചിന്തയിൽ കൗരവപക്ഷത്തെ ധർമ്മഭൂമികയിലേക്ക് അർജുനന്റെ മനസ്സിൽ ഒരിക്കൽ ഉയർത്തുന്നു എങ്കിൽ രാജ്യാവകാശം നിഷേധിക്കപ്പെട്ട് വനവാസാദി രംഗവേദികളിലൂടെ സഞ്ചരിച്ച ഒരു രീതിവിധാനത്തെ മുൻനിർത്തി ധർമ്മം തങ്ങളിലാണ് എന്ന ചിന്ത മാറിവരുന്നു എങ്കിൽ ദുര്യോധനൻ ആജ്ഞാപിക്കുകയും ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുകയും ചെയ്ത തങ്ങളുടെ ധർമ്മപത്നിയെ ദുര്യോധനനേക്കാൾ അല്പം പോലും ധാർമ്മികത ഉയരാത്ത നിലയിൽ രാജാക്കന്മാർക്ക് നിഷിദ്ധമായ ചൂതുകളിയിൽ വസ്തുക്കളെ എന്ന പോലെ കുലവധുവിനെ പണയം വച്ച ജ്യേഷ്ഠന്റെയും അത് കണ്ട് മിണ്ടാതിരുന്ന ഞങ്ങളുടെയും നിലയിൽ ദുര്യോധനനേക്കാൾ എത്ര മടങ്ങ് അധർമ്മമുണ്ടെന്ന് ഒരു നിമിഷം അർജുനൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിക്കാതെ അതിന്റെ വേദന അർജുന മസ്തിഷ്കത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, അർജുന കർമ്മങ്ങളെ ചിന്തയുടെയും ചിന്തയ്ക്കതീതങ്ങളായ സങ്കല്പനങ്ങളുടെയും
ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന കർമ്മഭാവങ്ങളുടെയും പ്രകൃതങ്ങളെ മുഴുവൻ സമഗ്രമായി വെച്ച് വികർമ്മ കർമ്മ അകർമാദികളുടെ തലങ്ങളിൽ എങ്ങനെ കാണും? ചോദ്യം സങ്കീർണമായും തോന്നും. ചോദ്യം അല്പം മനസ്സിലാകാതായും തോന്നും. തപ്പല്ല, ലളിതമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഥ വലിച്ചു പിടിച്ചിട്ട് കുറ്റി പിടിക്കുക. വളരെ ലളിതമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ആഭരണങ്ങൾ പോലെ, നിങ്ങളുടെ വീട്ടുപറമ്പിൽ നിൽക്കുന്ന തെങ്ങ് പോലെ, തെങ്ങ് 2 ചെത്തുകാരന് ചെത്താൻ കൊടുത്താൽ ചെത്തുകാരൻ വന്നതിൻ്റെ മടൽ ചവിട്ടി അകറ്റുമ്പോൾ, മനസ്സിലായില്ല, ചെത്തുകാരൻ ആ തെങ്ങൽ വലിഞ്ഞു കയറുമ്പോൾ അതേലെല്ലാം കത്തി കൊണ്ട് കയറാനുള്ള കൊത വെട്ടുമ്പോൾ, മനസ്സിലായില്ല, അവന് പണയം കൊടുത്ത് കാശ് വാങ്ങിച്ച് ഉപയോഗിച്ച നിങ്ങളുടെ തെങ്ങിന്റെ മടലെല്ലാം അവൻ ചവിട്ടി ഒലച്ച് അതിന്റെ ആ കൊലയൊക്കെ അവൻ ചെത്തി ഇങ്ങനെ കളയുമ്പോ, പതുക്കെ ചിത്ര എന്റെ തെങ്ങാന്ന് പറഞ്ഞാൽ ചോദ്യം മനസ്സിലായില്ല. കാരണം ഇവനീ മുതുകത്ത് കത്തിയും വെച്ചല്ലേ വന്നത് പണയം വാങ്ങിക്കാൻ. ചോദ്യം മനസ്സിലായില്ല. ചെത്താനാ വന്നതെന്ന് അറിയില്ലായിരുന്നോ? പിടിയിട്ടില്ല. അതല്ല തെങ്ങ് തൊട്ട് തൊടാനും തലോടാനും പോകുന്നെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പണയം കൊടുത്തത്. ചോദ്യം കുറച്ച് അല്ല, കുറച്ച് ശരിയല്ല, ലളിതമല്ലേ ഈ സത്യം? രാജ്യത്തിലെ ഓരോ വകുപ്പും പണയപ്പെടുത്തി നിന്റെ സ്വന്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്റെ അതിന്മേലുള്ള അവകാശത്തെ ഞാൻ പിൻവലിച്ചിട്ട് നിനക്ക് പണയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, നീ ഇതിൽ തോറ്റുപോകുമെന്നും നിന്റെ രാജ്യം കൂടെ എനിക്ക് കിട്ടുമെന്നും ഉള്ള ഒരു വ്യാമോഹത്തിനായി ഒരു പണയ ഉരുപ്പടിയെ പോലെ ഇതിനെ പണയപ്പെടുത്തി അത് കിട്ടാതെ വരുന്ന ഒരു ദശത്ത് ശരിയല്ല. ഇത് പിടിച്ചു ഞാൻ പണയം വെക്കുകയാണ്, എന്റെ ഉടുപ്പ് പണയം വെക്കുന്നു, എന്റെ വാച്ച് പണയം വെക്കുന്നു. അങ്ങനെ പണയപ്പെടുത്താവുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ രാജ്യത്തിലെ ഒരു വസ്തു പോലും രാജാവിന് പണയപ്പെടുത്താവുന്നതല്ല. കാരണം അത് ഈശ്വരന്റെയാണ്. അതറിയുന്നവൻ ധർമ്മിഷ്ഠൻ, അതറിയാത്തവൻ അധർമ്മി. ദുര്യോധനൻ ലോകം കണ്ട, യുധിഷ്ഠിരൻ ലോകം കണ്ട ദുര്യോധനനേക്കാൾ അധർമ്മി. അല്ല, എങ്ങനെയാണ് ആ വിഗ്രഹം നിങ്ങൾക്ക് പ്രതിഷ്ഠിതമാകുന്നത്? സംഗതി കോർത്തു എന്നാ തോന്നുന്നു. അപ്പൊ നിങ്ങൾ എത്ര അധർമ്മിയാണ് അയാളെ ധർമ്മിയായി കാണുന്നത്? ശരിയല്ല. 4 രൂപയുടെ കുറവ് വരുമ്പോഴത്തേക്ക് അയൽവക്കത്തുള്ളവനെ വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ വന്ന് ഈ പമ്പർനോത്തിയെ പണയം വെക്കുകയാണ്, 2 ആഴ്ച കഴിഞ്ഞ് കാശെന്ന് എടുത്തോളാന്ന് പറയുന്നതാണ്. ഇതിനല്ലേ പണി. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സംസ്കാരം എത്ര അധപ്പതിച്ചിട്ടുണ്ടാവണം. ഇതുവരെ ചിന്തിച്ചു നോക്കില്ല. അത് ചിന്തിക്കാതെ ചുമ്മാ ഇങ്ങനെ പറയുക. എല്ലാവരുടെ മുഖത്തൊരു മ്ലാനമായ ചിരി. ചിരിക്കുകയാണെങ്കിൽ മാതിരി നല്ലപോലെ ചിരിക്കണം. ശരിയല്ല, പച്ചയായ യാഥാർത്ഥ്യമല്ല. ഇതിന് മനസ്സിലാകാതെ എന്തോ ഇരിക്കുന്നത്. ശരിയല്ല,
ശരിയല്ല, അല്ലെന്ന് പറ. എനിക്ക് അല്ലെന്ന് പറയുന്നത് കേൾക്കുന്നതിന് വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്നൊന്നും നിങ്ങൾ പറയണ്ട. എങ്ങനെ അല്ലെന്ന് നിങ്ങളുടെ മസ്തിഷ്കം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ ഏതർത്ഥത്തിലാണ് യുധിഷ്ഠിര പക്ഷത്തെ ദുര്യോധന പക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ധർമ്മത്തിന്റെ ഭൂമികയിൽ കാണുന്നത്? ഒരു കാര്യമൊഴിച്ച് ബാക്കി ഒന്നും സ്വീകാര്യമല്ലാത്ത ഒന്ന്. അവിടെ ആയുധമില്ലാത്ത അഹിംസയുടെ പ്രണേതാവായ കൃഷ്ണൻ അർജുനന്റെ തേരാളിയായി നിൽക്കുന്നു എന്ന ഭാവം ഒഴിച്ച് ബാക്കി എല്ലാ അർത്ഥത്തിലും മൗലികമായ ധർമ്മത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് പാണ്ഡവ കൗരവ പക്ഷങ്ങളിൽ ഒരുപോലെ കാണുന്നത്. ശരിയല്ലെങ്കിൽ പറയാം, ശരിയല്ലെങ്കിൽ പറയാം. അത്രയും മനസ്സിലായി എങ്കിൽ കഥ എളുപ്പമാണ്. അത്രയും മനസ്സിലായില്ലെങ്കിൽ കഥ ശരിപ്പെടുത്താൻ നമ്മൾ ഒരുപാട് വിഷമിക്കും. മഹാഭാരതം ഒന്ന് തിരുത്തി എഴുതേണ്ടി വരും നമ്മുടെ ബുദ്ധിയിൽ. വ്യാസൻ വസ്തുനിഷ്ഠമായി എഴുതിയിടത്ത് രാജതൽപ്പത്തിൽ ചൂതുകട്ടകൾ മറിയുമ്പോൾ ധർമ്മമാ മറിഞ്ഞത്. ധർമ്മം കൗരവരുടേത് മാത്രമല്ല മറിഞ്ഞത്. ചൂത് കളിക്കാമെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ പാണ്ഡവധർമ്മത്തിന്റെ ആണിക്കല്ലിളകി. അതിന് രാജ്യത്തെ അവകാശത്തെ പണയപ്പെടുത്തുമ്പോൾ അവകാശം ത്യജിക്കുകയല്ല, ദുര്യോധനൻ ഒരു ഭാഗത്തും യുധിഷ്ഠിരൻ ഒരു ഭാഗത്തും ഇരുന്ന് ദുര്യോധനന് വേണ്ടി അമ്മാമനായ ശകുനി കട്ടമറിക്കുമ്പോൾ, യുധിഷ്ഠിരൻ കട്ടമറിക്കുമ്പോൾ യുധിഷ്ഠിരനാണ് ആദ്യം കളിക്കുന്നതെങ്കിൽ ശകുനിയുടെ വൈഭവത്തിലാണ് ആ കട്ടകൾ മറിയാൻ പോകുന്നതെങ്കിൽ ശകുനിക്ക് കട്ടയെ മറിക്കാൻ പറ്റുന്ന വിധം കട്ടയും ശകുനിയും തമ്മിൽ ബന്ധമുണ്ട്. അമ്മയും കൽച്ചട്ടിയും പോലെ. മനസ്സിലായില്ല? അത് കഥയ്ക്കകത്ത് നിങ്ങൾ മറന്നുപോയി. ലോകത്തുള്ള എല്ലാ വസ്തുവിനും ഉണ്ട് ഇങ്ങനൊരു ബന്ധം. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഉണ്ട്, ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട്. പഴയ ആളുകൾ പറയും കട്ടിലേന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ഷീറ്റൊന്ന് മടക്കി വെക്കുകയെങ്കിലും ചെയ്യണം, പായൊന്ന് തെറുത്തു വെക്കണം, ഇല്ലെങ്കിൽ നിന്റെ സൂക്ഷ്മഭാവം ആ കട്ടിലിൽ കിടക്കും നീ പോകുമ്പോൾ. ഇത് ഭൗതിക വിജ്ഞാനത്തിലില്ല. ഭൗതിക വിജ്ഞാനത്തിൽ ഈ ശരീരമുള്ളത് നടന്നങ്ങ് പോയി, പിന്നെ അത് കിടക്കാനൊന്നുമില്ല. നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ നിങ്ങളുടെ പൊക്കത്തിലാ വേറൊരുത്തൻ ഇരിക്കുന്നത്. അതിലെല്ലാം കാമനകളുടെ ഒട്ടേറെ ആന്തോളനങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. ഭാര്യയും ഭർത്താവും ദമ്പതിക്രിയയുമായി ഉറങ്ങിയ കട്ടിലുകളിൽ 5 വയസ്സിന്റെ കുഞ്ഞിരിക്കുമ്പോൾ 5 വയസ്സിന്റെ കുഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയിൽ കാമതപ്തങ്ങളായ വികാരങ്ങൾ മുതിർന്നവരെ പോലെ ഉണ്ടാക്കുമ്പോൾ ആ കാമതപ്തമായ വികാരങ്ങളിൽ വന്ന അതിഥി കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ നാളെ രാവിലെ അത് കേസ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പാതെടുത്തു വെക്കാത്തതിനെ പറ്റി ഓർക്കണം. മനസ്സിലായില്ല? ഇങ്ങനെ പഠിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഇത് ഭാരത സംസ്കൃതിയുടെ സംഭാവനയാണ്. ഇത് നിങ്ങളുടെ എല്ലാ അച്ഛനമ്മമാര് പറഞ്ഞു തന്നിട്ടുള്ള കുട്ടിക്കാലത്ത്. ഇത് ഞാനിപ്പോ പറയുന്നൊന്നുമല്ല. നോ നോ
അതിനകത്ത് എല്ലാ അർത്ഥവും വന്നില്ലേ? നിങ്ങൾ എങ്ങനെയൊക്കെ അത് പെരുമാറിയോ അതൊക്കെ ആ സാധനത്തിൽ ജീവനായി കിടപ്പുണ്ടെന്നും സജീവമായ ആ ജീവൻ കിടക്കുമ്പോൾ പിന്നെ അതിൽ വരുന്നതിലെല്ലാം നിങ്ങളുടെ കിടപ്പിന്റെ എല്ലാ ഭാവതാളങ്ങളും അതിലുണ്ടായിരിക്കുമെന്നും അത് നാളെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അനർത്ഥപൂർണമാക്കുമെന്നും സ്പഷ്ടമല്ലേ? ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്യാൻ പറ്റുമോ? കർമ്മം, അകർമ്മം, വികർമ്മം ഒക്കെ പഠിക്കുമ്പോൾ കർമ്മത്തിന് ഒരുപാട് താളക്രമങ്ങളുണ്ട്. ഇത്രയൊക്കെ പഠിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ എന്ത് ജീവിതമാണ്? പഠിച്ചു നോക്കിയിട്ടേ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ കട്ടയ്ക്ക് ശകുനിയുടെ സ്വരവിന്യാസങ്ങളും ശകുനിയുടെ താളക്രമങ്ങളും ശകുനിയുടെ സ്പർശാനുഭവങ്ങളും ശകുനിയുടെ ചിന്തകളുമുണ്ട്. ആ കട്ടയാ കളിയിൽ മറിയുന്നത്. ആ കട്ടയെ സ്വാംശീകരിക്കുവാൻ തൻ്റെ ബുദ്ധിക്കാവില്ല എന്ന് ഒരു തിരിച്ചറിവ് യുധിഷ്ഠിരനില്ലെങ്കിൽ യുധിഷ്ഠിരൻ അജ്ഞനായ രാജാവ് മാത്രമാണ്. രാജഭരണത്തിന്റെ ചേതോഹര മുഹൂർത്തങ്ങളിൽ രാജാവിന്റെ പ്രജയും രാജാവിന്റെ വർണ്ണാഭങ്ങളായ കൊടിക്കൂറകളും രാജാവിന്റെ പരിചാരക സംഘങ്ങളും രാജാവിന്റെ പള്ളി മേടയും പള്ളി കുറുപ്പ് കയറുന്ന മഞ്ചവും എല്ലാം രാജസങ്കല്പങ്ങളുടെ ഭൂവിലേക്ക് ഉണർത്താൻ കഴിയാത്തവൻ എങ്ങനെയാണ് ചേതനയുള്ള മനുഷ്യന്റെ ഭാവതലങ്ങളെ ഭരണത്തിന്റെ സാംശീകൃത ഭൂവിൽ പിടിച്ചു നിർത്തുക? ചോദ്യം മനസ്സിലായില്ല. നിർജീവങ്ങളെന്നും നിരുപദ്രവകരങ്ങളെന്നും കരുതുന്ന ഈ വസ്തുക്കളെപ്പോലും തന്റെ സ്വാധീനത്തിൽ തന്റെ സങ്കല്പങ്ങളിൽ നിർത്താൻ പറ്റാത്ത ഒരുവൻ നാളെ രാജാവായി വരുമ്പോൾ ചേതനയുള്ള അവന്റെ പ്രജകളെ എങ്ങനെയാണ് അവൻ സ്വാംശീകരിച്ചു നിർത്തുക? എങ്ങനെയാണ് അവൻ അവർക്ക് രാജാവാകുന്നത്? രാജാവാകുന്നത് പ്രജാഹിതത്തിന്റെ അന്തർഗതങ്ങളിൽ നിന്നോ പ്രകൃതിയുടെ അന്തരാളങ്ങളിൽ നിന്നോ അവകാശബദ്ധമായ നിർദ്ദേശങ്ങളിൽ നിന്നോ? ഭരണത്തിന്റെ ചാരുവായ തലങ്ങളിൽ ഇരുന്നമരുമ്പോൾ തന്നെ ചുറ്റുപാടും സ്വച്ഛന്തത കളിയാടുന്നു എങ്കിൽ അവൻ പ്രകൃത്യാ രാജാവാകാൻ യോഗ്യനും അവന്റെ പ്രാണൻ പ്രജാഹിതത്തെ അറിയുന്നതും അവൻ ശത്രുവിനെ സൃഷ്ടിക്കാത്തതും ആയ മൗലിക ഭരണാധികാരിയാകുന്നു. മനസ്സിലായില്ല? ഏതൊരച്ഛൻ എന്റെ മകൻ അനുസരണയില്ലാത്തവനാണെന്ന് പറയുന്നുവോ, ഏതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹമില്ല, അംഗീകരിക്കുന്നില്ല എന്ന് മറ്റൊരാളോട് പരാതി പറയുന്നതിലേക്ക് ഉയരുന്നുവോ, ഏതൊരു ഭാര്യ എന്റെ ഭർത്താവ് കുടിക്കും, എന്റെ ഭർത്താവ് തല്ലും, എന്റെ ഭർത്താവ് ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് ഉയരുന്നുവോ, അവരോടെല്ലാം ഒരു ഉത്തരമേ ഈ ദർശനത്തിലുള്ളൂ.
നിങ്ങൾ ആ സ്ഥാനങ്ങളിലിരിക്കാൻ യോഗ്യരല്ല എന്ന്. ഇത് മാത്രമാണ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്. മനസ്സിലായില്ല. നിങ്ങളുടെ മനസ്സും പ്രാണനും ശരിയല്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഞെക്കി പിടിക്കാതെ ഊരിയാൽ മതി. ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ. ഇത് സാർവലൗകികമായ ദർശനവുമാണ്. ഇവിടെ എക്സെപ്ഷൻ ഇല്ല. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഈ സംശയിച്ച് നിർത്തുന്നത് വളരെ ലളിതമായതുകൊണ്ട് നിങ്ങൾക്ക് പിടികിട്ടാൻ വഴിയില്ല. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസം ലളിതമല്ല. ലളിതമായതൊന്നും പിടികിട്ടില്ല. അത് ലളിതമായ സത്യം സങ്കീർണമാക്കുമ്പോൾ, പിടികിട്ടാത്തൊരു ലോകത്തെത്തുമ്പോൾ പിടികിട്ടി എന്ന് പറയാനൊരു സുഖമുണ്ട്. അങ്ങനല്ലേ? വളരെ ലളിതമാണ്. ഏതിരിപ്പിടത്തിലും അവിടെ ഇരിക്കുന്ന അവന്റെ ബാക്കി പത്രം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെന്റെയല്ല എന്ന് അംഗീകരിച്ച് ഏതിരിപ്പിടത്തെയും അവരുടേതാക്കി വിട്ട് താൽക്കാലികമായി അല്പനേരം ഇരുന്നോട്ടെ എന്ന് ഇരിപ്പിടത്തോട് അനുമതി ചോദിച്ചിരിക്കുന്നവന് ഏതിരിപ്പിടത്തിലിരിക്കുമ്പോഴും സുഖമുണ്ടാവും. മനസ്സിലായില്ല? അല്ലാത്തവൻ അവന്റെ സങ്കല്പം ചേരാത്ത ഒരു ഇരിപ്പിടത്തിലും ഇരിക്കാനാവില്ല. ഇതാണ് ദർശനം. നമ്മളെയൊക്കെ വിളിച്ചാരെങ്കിലും ഇരുത്തിയാൽ നമുക്ക് ഇരിപ്പുറക്കിയല്ല. ഇരിപ്പുറയ്ക്കാത്ത ആ സ്ഥലത്തിന്റെ കുഴപ്പമാണ്. മനസ്സിലായില്ല? നമ്മുടെ കുഴപ്പമൊന്നുമല്ല. ശരിയല്ല? ആണോ? ഇപ്പൊ ഏതാണ്ട് ശരിയായി വരുന്നു. പക്ഷെ നമ്മൾ പറയാറുള്ളത് ഇങ്ങനെയല്ല. പറയാറുള്ളത് ഇങ്ങനെയല്ല. അവിടെ ശരിയല്ലെന്ന്. അവളുടെ ഒരു മോന്ത കണ്ടിട്ട് എങ്ങനെയാ അവിടെ ഇരിക്കുക? ചിന്തിക്കേണ്ടത്, ചിന്തിച്ചത് കൊണ്ടാണ് ഇത് കിട്ടാതെ പോയത്. ഒരുപാട് ചിന്തിച്ചവർക്കാണ് ഇത് കിട്ടാതെ പോയത്. ഇതിന് ചിന്തിക്കൊന്നും വേണ്ട, നമ്മൾ ഇരുന്ന് നോക്കിയാൽ മതി. ഇരുന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ചോദിക്കണം, എന്തേ എനിക്കിരിക്കാൻ പറ്റുന്നില്ല? ഇതിന് കാരണം കർമ്മത്തിന് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് കർമ്മ വിജയം, രണ്ട് കർമ്മ പരാജയം. അത് അർജുനൻ ചിന്തിച്ചിട്ടില്ല. കർമ്മ വിജയങ്ങൾ കർമ്മത്തെയോ കർമ്മിയെയോ കർമ്മകാരകങ്ങളായ പഞ്ച ഹേതുക്കളെയോ, പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ, ആ 5 കാരണങ്ങളെയോ കർമ്മവിജയം പഠിക്കാൻ കർമ്മം ചെയ്യുന്നവനിട നൽകുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. കർമ്മപരാജയത്തിൽ അഹന്തഹേതുവിനെ തന്റെ വാസനകളിൽ നിന്ന് അകറ്റുകയാൽ പരാജയവും
കർമ്മഹേതുവിന്റെ അറിവിൽ വിദ്യാഭ്യാസമുള്ളവനെ എത്തിക്കുന്നില്ല. രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ശരിയാണെങ്കിൽ, നല്ലപോലെ ആലോചിച്ചിട്ട് ശരിയാണെങ്കിൽ ഇത് തന്നെയാണ് കാരണം. കർമ്മവിജയങ്ങളൊന്നും, വിജയം, പരാജയം, കർമ്മം, കർമ്മഹേതുക്കളായ 5 കാര്യങ്ങൾ, കർമ്മി, ഇവയുടെ പഠനത്തിന് കർമ്മഠനായവന് ഇട നൽകുന്നില്ല. മുപ്പതോ 40, 50, 60, 70, 80, 90, 100 എത്രയുമാകട്ടെ നിങ്ങളുടെയും എൻ്റെയും പ്രായം, ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിലെ വിജയിച്ച ഒരു കർമ്മം പോലും കർമ്മഹേതുവിനെയോ കർമ്മത്തെയോ കർമ്മിയെയോ സ്വച്ഛന്തമായി അറിയാൻ, അപഗ്രഥിക്കാൻ നമുക്കിട നൽകിയിട്ടില്ല. പിന്നെ എന്താണ് പഠിച്ചത്? കർമ്മവും കർമ്മവിജയങ്ങളും അടുത്ത കർമ്മങ്ങളുടെ സ്വപ്നലോകങ്ങളിൽ വിരാജിക്കുവാനല്ലാതെ കർമ്മഫലപ്രാപ്തിയുടെ ലോകങ്ങളിൽ തന്നെ വെച്ച് അപഗ്രഥിക്കുവാൻ വ്യക്തിയെ സമർത്ഥമാക്കുന്നില്ല. Whether the statement is true or false. നിങ്ങൾ വിജയിച്ച നിങ്ങളുടെ കർമ്മങ്ങളിൽ പലതും സ്മൃതിപഥത്തിൽ പോലും ഉണ്ടാവില്ല. വിജയിച്ച കർമ്മങ്ങളുടെ വേളകളിൽ അനുയായി വൃന്ദങ്ങളുടെ ഹർഷോന്മാദങ്ങളും വിജയ ആഘോഷങ്ങളും മതിമറന്ന ലൗകിക സുഖത്തിൻ്റെ തിമിർപ്പിലേക്ക് എൻ്റെ ബോധത്തെ അജ്ഞാനാവൃതമായി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വിജയത്തിൻ്റെ പൂർണ്ണ സ്വഭാവവും എന്നിലാണെന്ന അഹന്ത അതിൻ്റെ കാരക ശക്തികളെ കണ്ടെത്തുവാനുള്ള അറിവിൽ നിന്ന് എന്നെ അന്ധമായി മറയ്ക്കുന്നു. ഇതല്ലാതെ ഒരു മനുഷ്യനും ലോകത്ത് വിരാജിക്കുന്നില്ല. കർമ്മനഗരിയുടെ സ്വാദ്വലഭൂവുകൾക്കൊപ്പം കർമ്മനഗരിയിലെ കഠോരതമങ്ങളായ സത്യങ്ങളെ കൂടി അപഗ്രഥിക്കുന്ന സമഗ്രമായ ഗീതയുടെ പഠനങ്ങളിൽ പോലും ഈ വസ്തുത വ്യാഖ്യാതാക്കന്മാരും അതിലെ ഭക്തന്മാരും വരെ മറന്നുപോവുകയും ചെയ്യുന്നു. Whether it is true or false. True. ഇതെല്ലാം മൗലികമായ പ്രശ്നം അർജുനന്റെ സന്യാസത്തിലേക്കുള്ള എടുത്തിയാട്ടത്തിൽ. അർജുനൻ വിജയിച്ച് അരുളിയ ഒരു കർമ്മം പോലും അർജുനനെ ഒന്ന് അപഗ്രഥിക്കാൻ, ആ കർമ്മത്തെ ഒന്ന് അപഗ്രഥിക്കാൻ, ആ കർമ്മത്തെ വിജയത്തിലെത്തിച്ച കാരക ശക്തികളെ അപഗ്രഥിക്കാൻ, ആ കർമ്മത്തിൽ പങ്കാളിയായിത്തീർന്ന അദൃഷ്ടത്തിന്റെ പങ്കൊന്ന് അപഗ്രഥിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. തയ്യാറായിരുന്നു എങ്കിൽ ത്യാഗം അർജുനനെ ദുഃഖത്തിലേക്ക് എത്തിക്കുമായിരുന്നില്ല.
നാമും ഇതൊക്കെ പഠിച്ചിട്ടും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി തയ്യാറായെങ്കിൽ നിങ്ങളെ ജീവിത വിജയങ്ങളിൽ എത്തിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അനന്തകോടി കർമ്മങ്ങളുടെ ജന്മജന്മാന്തരപ്രാപ്തമായ ഇതിഹാസങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് തിരിഞ്ഞു നിന്ന് ആ വിജയത്തെ സംഭാവന ചെയ്ത മുഹൂർത്തങ്ങളിലേക്ക്, അതിൻ്റെ കാരക പ്രത്യയങ്ങളിലേക്ക്, അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലേക്ക്, അതിനെ സഹായിച്ചരുളിയ അദൃഷ്ടഭൂമികകളിലേക്ക്, അതിനെ വിശദീകരിക്കുവാൻ പര്യാപ്തങ്ങളായ സചേതനങ്ങളും അചേതനങ്ങളുമായ പഞ്ചകാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ബോധത്തെ കൊണ്ടുപോകാൻ, നിങ്ങളെ അനുവദിക്കുവാൻ നിങ്ങളുടെ ചേതന തയ്യാറായുവോ? അതല്ല, ചേതന നിങ്ങളെ വിജയ ഉത്സാഹത്തിൻ്റെ തലങ്ങളിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ മൗലികമായ മറവിയുടെ അന്തസ്ഥ ഭാവങ്ങളിൽ നിങ്ങൾ വീണുപോയിരുന്നുവോ? വിജയമുന്മാദമായും ഉത്സാഹമായും ഉത്സവമായും നിങ്ങളുടെ അന്തസ്ഥ ഭൂമികകളിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലോകമാ വിജയത്തെ ആഘോഷിച്ച് നിങ്ങളെ ചാരുവായി ആശ്ലേഷിച്ച് നിലകൊള്ളുന്ന സ്വപ്നങ്ങൾ തകർന്നു പോയെങ്കിൽ, ലോകമാ വിജയം നിങ്ങളോടൊപ്പം ആഘോഷിച്ചില്ലെങ്കിൽ, ലോകത്തെ നിന്ദിക്കുന്നൊരു അജ്ഞാനത്തിലേക്കും ലോകമാഘോഷത്തിമിർപ്പിൽ നിങ്ങളോടൊപ്പം വന്നാൽ നന്ദിപൂർവകമായ സ്മരണകളിലേക്കും നിങ്ങൾ പോയതല്ലാതെ മൗലികമായ നിങ്ങളുടെ കർമ്മചേതനയുടെ ഇതിഹാസ തലങ്ങളിലേക്ക് എന്നെങ്കിലും നിങ്ങൾ വീണിരുന്നുവോ? വൈയക്തികമായും സാമൂഹികമായും മനുഷ്യചേതനയ്ക്ക് മുമ്പിൽ പ്രകൃതി വെക്കുന്ന ഉദാത്തമായൊരു പ്രശ്നം ഇതാണ്. മൃഗങ്ങളും മനുഷ്യേതരങ്ങളായ ജീവജാലങ്ങളിലെല്ലാം സ്വകർമ്മത്തിന്റെ ജയാപജയങ്ങളുടെ സ്മൃതി അവന്റെ അറിവായി നിലകൊള്ളുകയും അത് അവന്റെ പ്രാണനിൽ നിക്ഷിപ്തമാവുകയും അത് അവനറിയാതെ ആ ജയാപജയങ്ങൾ തന്നെ അരുതുകളും ആവാമെന്നുമുള്ള പ്രകൃതിയുടെ ശബ്ദങ്ങളായും അവയെ നിയന്ത്രിക്കുവാനും അച്ചടക്കമുള്ളതാക്കി തീർക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ളതാക്കി തീർക്കുവാനും പ്രകൃതിയുടെ ഭാവപ്രത്യയങ്ങളെ ചേർന്നു നിന്ന് വളർത്തുവാനുള്ളതായും മാറ്റുമ്പോൾ ആ മൃഗങ്ങൾക്കുള്ളത്രയെങ്കിലും വിവരം നമുക്കില്ലാതെ പോയല്ലോ എന്ന് പരിതപിക്കേണ്ടി വരുന്ന ഒരു മുഹൂർത്തത്തെ ഇത് സംഭാവന ചെയ്യുന്നുണ്ടാകുമോ എന്ന് ചോദ്യം വിപുലമായി മനസ്സിലായില്ല. ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു പശു, ഒരു പട്ടി, ഒരു പൂച്ച അത് തിന്ന പദാർത്ഥം അതതിനെ വിജയത്തിലെത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ആരോഗ്യം നൽകി. ഒരു കണ്ട പദാർത്ഥം അതുമായി ഏറ്റുമുട്ടിയതിൻ്റെ പല്ല് പോയി. അങ്ങനെ അത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ജയവും പരാജയവും ഉദാഹരണം കൊണ്ട് മതിയാവും. ഇനി ബാക്കിയൊക്കെ സങ്കല്പിക്കാം. എഗ്രി. അതതിൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ജയങ്ങൾ ആഘോഷിക്കാൻ കൂട്ടാളികളില്ല, അനുചരന്മാരില്ല. നീ വിജയിച്ചു എന്ന് പറഞ്ഞ് പൊക്കിത്താത്താൻ ആളുകളില്ല. മൃഗങ്ങൾ തൻ്റെ കൂട്ടത്തിലൊരുത്തൻ വിജയിച്ചതിന് പടക്കം പൊട്ടി ആഹ്ലാദിക്കാനില്ല. കാർട്ടൂണിലുണ്ടാവും. മനസ്സിലായില്ല? പിറ്റേ ദിവസം വിജയിച്ചവനെ പ്രശംസിക്കാൻ മൃഗങ്ങളുടെ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും ഇല്ല. മനസ്സിലായില്ല?
ഇതൊന്നുമില്ലാത്ത ആ മൃഗങ്ങളുടെ അന്തസ്ഥ ചൈതന്യത്തിൽ തൻ്റെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മൗലികമായ സ്വഭാവങ്ങൾ അത്രയും രേഖപ്പെടുത്തുമ്പോൾ, അതതിൻ്റെ പ്രാണനിലൂടെ നിഷ്പന്നമാവുമ്പോൾ, ചുറ്റുമുള്ള പ്രകൃതിയെ നയിക്കാനും നിയന്ത്രിക്കാനും വളർത്താനും അതിന് കേടുപാട് പറ്റാതിരിക്കാനും തൻ്റെ ഈ ബോധത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞ് താൻ മുമ്പ് കഴിച്ച് വിഷമിച്ച് വയറ് കേടായ ഒരു പദാർത്ഥത്തെ കുഞ്ഞുനാളെ കഴിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ മൗലികമായ ബോധത്തിൽ വരെ തൻ്റെ അനുഭവത്തെ കോർത്തുവെക്കുവാനും പറ്റുന്ന വിധം അവയുടെ ചേതനകൾ പോലും പ്രവർത്തിക്കുമ്പോൾ, പരിഷ്കൃതനായ മനുഷ്യന്റെ ചേതന അവന്റെ വിജയങ്ങളിൽ ഒന്നിനെപ്പോലും അവന്റെ മൗലിക സ്വഭാവത്തിൽ പഠിക്കുവാനോ അതിനെ അപഗ്രഥിക്കുവാനോ അത് അവന്റെയും സമൂഹത്തിൻ്റെയും പ്രത്യുൽപാദനപരങ്ങളായ ലോകങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാനും അവന് ചുറ്റുമുള്ള പ്രകൃതിയെ സ്വാംശീകരിക്കുവാനും അതിൻ്റെ താളക്രമങ്ങളെ തെറ്റിക്കാതിരിക്കുവാനും പറ്റുന്ന വിധം ഒരു പഠനവും അറിവുമായി അവനിൽ രൂപാന്തരപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വിജയങ്ങളൊന്നും നാളെ എൻ്റെ മക്കൾക്ക് വിജയപ്രതീക്ഷകളായി നിൽക്കാൻ പോകുന്ന വിധം എൻ്റെ കോശാന്തരങ്ങളിൽ അറിവായി ചേർന്ന് അവരിലേക്ക് കോശാനുഭവത്തിൻ്റെ പ്രത്യയങ്ങൾ ബീജഭാഗങ്ങളിലൂടെ ബീജഭാഗ അവയവങ്ങളിലൂടെ പാരമ്പര്യ സമ്മിളിതമായി കൈമാറാൻ മടിക്കുന്ന ഞാൻ എൻ്റെ രോഗങ്ങളും വേദനകളും അവർക്ക് പാരമ്പര്യസിദ്ധമായി കൊടുക്കാൻ മറക്കുന്നില്ല എന്നതാണ് ആധുനിക മനുഷ്യന്റെ ശാപഗ്രസ്തമായ ജീവിതത്തിന്റെ മൗലിക സ്വഭാവം. കുറച്ച് കടന്നുപോയിരിക്കാം. നിങ്ങളുടെ ശാസ്ത്രങ്ങൾ, നിങ്ങളുടെ സാങ്കേതിക വിദ്യകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ, നിങ്ങളുടെ പരിഷ്കൃത ആശയങ്ങൾ എല്ലാം ടു എനി എക്സ്റ്റെന്റ് ഏത് തലത്തിലും നിങ്ങളുടെ സങ്കല്പം ഇപ്പൊ കൊണ്ടുപോകും. എവിടെയെങ്കിലും ഒരിടത്ത് ചേരാതെ വരുന്നുവെങ്കിൽ എഴുന്നേക്കാം, പറയാം. നിങ്ങളുടെ മതവും മൗലികമായ ചിന്തകളും നിങ്ങളുടെ ആധ്യാത്മികതയും ആധുനികന്റെ, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചേർന്ന ഒന്നിനോട്, എൻ്റെ എന്ന് പറയുമ്പോൾ പരമ്പരയുടേത്, ഇങ്ങനെയേ കേൾക്കാവൂ ദയവ് ചെയ്ത്. മൗലികങ്ങളായ സമസ്ത ചിന്തകളും ഏതളവ് വരെ എടുത്ത് പരിശോധിച്ചാലും ഒരു അവാന്തര പരിണാമത്തിന്റെ, എ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷന്റെ ഒരളവും സംവേദനം ചെയ്യപ്പെടുന്നില്ല. കർമ്മം പഠിക്കാൻ പോകും, കർമ്മയോഗം പഠിക്കാൻ പോകുമ്പോ വെറുതെ പറയാ ആളുകളോട്, കർമ്മണി വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, ഇതാ ഗീതയുടെ സിദ്ധാന്തം. സിദ്ധാന്തമൊക്കെ കറക്റ്റാണ്, പക്ഷെ ചെയ്യാൻ നേരത്ത് ഉമ്മിണി പുളിക്കും. അങ്ങനല്ലേ പറയണ്ടേ? അതിനൊരുപാട് തലങ്ങൾ അപഗ്രഥിച്ചു നോക്കണം. ഈ തലങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരർജുന ചിന്തയുടെ രംഗവേദിയിലേക്കാണ് കൃഷ്ണൻ ഈ സന്ദേശം വിടുന്നത്.
അവിടെയാ പരാജയം കാണുന്നത്. ഇപ്പൊ കർമ്മത്തിന്റെ ഒരുപാട് ജാജ്വല്യമാനമായ പ്രകൃതിയുണ്ട്. അതിനെ അളക്കുമ്പോഴാണ് കർമ്മം വികർമ്മമോ അകർമ്മമോ കർമ്മമോ ഒക്കെയായി വിളയാടുന്നതിന്റെ അനിഷ്ടവും ഇഷ്ടവും മിശ്രവുമായ ബലങ്ങളുടെ ലോകങ്ങളുടെ ഫലത്തെ സ്വാധീനിക്കുന്ന പ്രകൃത്യാദികളുടെ ധർമാധർമ്മങ്ങളുടെ എല്ലാം ഒന്നിച്ചുള്ള നില മുമ്പിൽ വരും. അർജുന ചിന്തയ്ക്ക് നിലനിൽപ്പില്ലാത്ത ഒട്ടേറെ സംക്ഷോഭകരങ്ങളായ അവസ്ഥാന്തരങ്ങളുണ്ടാവും. ഒരു ഭാഗത്ത് രാജ്യം പകുത്തു തന്ന് പ്രകൃതിയുടെ വിളയാട്ടമെന്ന പോലെ മയൻ കൊട്ടാരം പണിതു തരുമ്പോൾ ധർമ്മിഷ്ഠനായ എന്റെ ജ്യേഷ്ഠൻ, ധർമ്മബന്ധുവായ ഞാൻ അമ്പാടിയിൽ വളർന്ന കാരാഗൃഹത്തിൽ ജനിച്ച കണ്ണന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് രക്ഷപ്പെട്ട ഒരു മയന്റെ അർപ്പണബോധം കൊട്ടാരമായി തരുമ്പോൾ അതിൽ കൗരവരെ കൂടെ സ്വാംശീകരിക്കുന്ന, ലോകത്തെ സ്വാംശീകരിക്കുന്ന ലാളിത്യത്തെക്കാൾ അവരുടെ മേൽ ഭൗതികമായ വിജയം സ്ഥാപിക്കുവാൻ പോന്ന സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന, അന്യന് അസൂയയെ ജനിപ്പിക്കുന്ന ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ അയാളുടെ സ്ഥാനത്ത് താനാണെങ്കിൽ ഉണ്ടാകാവുന്ന അസൂയ മുഴുവൻ സങ്കൽപ്പിക്കുവാനാകാതെ ആ കർമ്മത്തിന്റെ വിജയ വൈജയന്തിയിൽ നിൽക്കുമ്പോൾ കർമ്മം എന്നെ പരിണമിപ്പിച്ചില്ല എന്ന് പാണ്ഡവപക്ഷത്തെ അർത്ഥം. പരിണമിപ്പിച്ചിരുന്നു എങ്കിൽ രാജ്യത്തിലെ പ്രജകൾ ജീവിക്കുന്നു എന്ന് കണ്ടറിയുന്ന തരത്തിലൊരു ചക്രവർത്തി ഹസ്തിനപുരത്തിന്റെ പാരമ്പര്യത്തെ പ്രകടമാക്കുമാറ്, കൃഷ്ണന്റെ ലാളിത്യത്തെ ഉൾക്കൊള്ളുമാറ്, ലളിതമായൊരു കൊട്ടാരത്തിന്റെ സംഭ്രമമില്ലാത്ത ഭൂമിയിൽ ചേതനയ്ക്ക് ചേതനയുമായി ബന്ധപ്പെടാമാറ് ഒരു രാജ്യത്തെ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ ദുര്യോധനന്റെ അധർമ്മം ആളിക്കത്തുവാൻ തങ്ങൾ തീപകരുമായിരുന്നില്ല. വ്യാസചേതനയുടെ ഈ അന്തരാളങ്ങളെ വ്യാസൻ തന്നെ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരത്തിന്റെയും മയനിർമ്മിതമായ ലാവണ്യത്തിന്റെയും ലോകങ്ങളെ പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കർമ്മത്തിന്റെ കാരകത്വം നീളുന്നത് ആ അസൂയാകൽപിതങ്ങളായ കർമ്മങ്ങളുടെ ഭൂവിലേക്കാണ്. അതിന്റെ അരനിമിഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന മായികമായ വിജയത്തിന്റെ ആഹ്ലാദം അനുഭവിച്ചു എങ്കിൽ ആ അരനിമിഷത്തെ വലുതായ ആഘോഷത്തിമിർപ്പും ആഹ്ലാദവും ആനന്ദവും ദിവസങ്ങളോളമുള്ള ദുഃഖത്തിലേക്ക് മാനവൻ പതിക്കണമെന്നുള്ള നിഷ്ഠൂരമായ വിധിയുടെ നിതാന്തമായ ഇതിഹാസത്തെ അംഗീകരിക്കാതെ വയ്യ. പ്രകൃതിയുടെ സാർവലൗകികമായ സാർവജനീനമായ സത്യത്തിൽ നിന്ന് വേറിടാനും അതിൽ ആഹ്ലാദിക്കുവാനും അതിൽ വിജയമുണ്ടാക്കുവാനും പദമൂന്നുമ്പോഴെല്ലാം ഊന്നലിൽ അത്രയും വരാനിരിക്കുന്ന ദുഃഖങ്ങളുടെ നാന്തികൾ മാത്രമേ ഉള്ളൂവെന്ന് മനുഷ്യചേതന അറിയേണ്ടതാണെന്ന് വ്യാസൻ ഇവിടെ അർത്ഥശങ്കയില്ലാതെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലായില്ല. ഒരു 4 മണിക്കൂർ ലോകത്തിലെ രാജാക്കന്മാരൊക്കെ ആ രാജസൂയത്തിൽ വന്ന് പ്രശംസിച്ച് അവരെല്ലാം കപ്പവും കൊടുത്ത് അവിടെ ദുര്യോധനൻ
കഴുത്തറ്റം വെള്ളത്തിലേക്ക് വീഴുന്നതും വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്നതും കരയ്ക്കുകൂടി തുണിപൊക്കി നടക്കുന്നതും ഒക്കെ കണ്ട് നോക്കി ദുര്യോധനന്റെ ഈ ഭാവങ്ങളെ കണ്ട് പാഞ്ചാലി ചിരിക്കുമ്പോൾ ഈ ചിരിയിൽ ദുര്യോധനൻ വസ്ത്രം പൊക്കിയേ ഉള്ളൂവെങ്കിൽ ആണുങ്ങളുടെ മുമ്പിൽ രജസ്വലയായിരിക്കെ വസ്ത്രം അഴിക്കുന്നതിലേക്കാണ് കൃഷ്ണ പോകുന്നതെങ്കിൽ ആ അഴിക്കുവാൻ കൃഷ്ണയെ തള്ളിവിടുന്നത് സ്വന്തം ഭർത്താവും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ തന്നെയാണെങ്കിൽ അനതിവിദൂരമായ ഭാവിയിൽ മാനവചേതനയോട് വ്യാസൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അനതിവിദൂരമായ ഭാവിയിൽ നീ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നിന്റെ നിതാന്ത ദുഃഖങ്ങളായി വരുമെന്ന് അറിഞ്ഞു വേണം നീ ഈ സന്തോഷത്തിന്റെ മാനവചേതനയിലേക്ക് കാലെടുത്തു വയ്ക്കാനെന്ന്. ഇത് മാത്രം പഠിക്കാതെയാണ് നമ്മൾ മുന്നേറുന്നത്. കൃഷ്ണന്റെ സാന്നിധ്യമോ യുധിഷ്ഠിരന്റെ ധർമ്മ പ്രകൃതമോ ധർമ്മിഷ്ഠ പദവിയോ മയൻ നിർമ്മിച്ച കൊട്ടാരത്തിന്റെ മാഹാത്മ്യമോ ദുശാസനന്റെ കൈകൊണ്ട് പാഞ്ചാലിയുടെ വസ്ത്രം അഴിയുന്നതിൽ നിന്ന് തടസ്സമാകുന്നില്ല എന്ന് പ്രകൃതി ഓർമ്മിപ്പിക്കുമ്പോൾ അഴിയാതിരിക്കണമെങ്കിൽ വസ്ത്രം ഉടുക്കേണ്ടതുപോലെ ഉടുക്കണമെന്ന്. പ്രാണനിൽ വസ്ത്രമുടുക്കാത്ത എല്ലാ വസ്ത്രങ്ങളും അഴിയുന്നത് മറ്റുള്ളവന്റെ വസ്ത്രം അഴിയുന്നതിൽ ആനന്ദിച്ചാൽ സ്വന്തം വസ്ത്രം അഴിഞ്ഞ് ദുഃഖിക്കേണ്ടി വരുമെന്ന് മറക്കരുതെന്ന്. മനസ്സിലായില്ലെങ്കിൽ ശില്പയോട് പോയി ചോദിച്ചാൽ അന്നും ഇന്നും ഒരു കഥ തുല്യമാണ്. മഹാഭാരതം അന്ന് എഴുതിയ പുസ്തകമൊന്നുമല്ല. മഹാഭാരതം മാനവചേതനയുടെ ആദിയിൽ ചേതനയിൽ തൂലികമുക്കി എഴുതുകയാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കാൻ വ്യാസന്റെ ദൃഷ്ടി ഉണ്ടായാൽ മതി. പുസ്തകം വായിക്കുക പോലും വേണമെന്നില്ല. അതിനെ പാരമ്പര്യത്തിന്റെ ചേതന അല്പമൊന്ന് കിട്ടിയാൽ മതി. അതിനാ പാരമ്പര്യത്തിൽ ജനിച്ചാൽ മതി. മനസ്സിലായില്ല? ആലോചിച്ച് നോക്ക്, ശരിയല്ല? കർമ്മത്തിന്റെ ഗഹനത നടുക്കമുണ്ടാക്കുന്നതാണ്. പാഞ്ചാലി ഓർത്ത് കാണുമോ? ഈ ഒരു ചിരി മുറിക്കകത്ത് താനും അർജുനനും മാത്രം ചിരിച്ച ഈ ചിരി തൻ്റെ അമ്മാവന്മാരെയും മുത്തച്ഛന്മാരെയും പിതാക്കന്മാരെയും സഹോദരന്മാരെയും എല്ലാം മുൻനിർത്തി തൻ്റെ വസ്ത്രം പറിക്കുന്നൊരു വേളയിൽ അതൊരു രാജസദസ്സിന്റെ പൊട്ടിച്ചിരിയായി മാറുക എന്നതിലേക്കാണ് ഈ ചിരി മാറാൻ പോകുന്നതെന്ന് പാഞ്ചാലി അറിഞ്ഞിരുന്നില്ല എങ്കിൽ വായിക്കുന്നവനെങ്കിലും അറിയണ്ടേ? ചോദ്യം മനസ്സിലായില്ല? വായിക്കുന്നവനെങ്കിലും അറിയണ്ടേ? ദുര്യോധനൻ മുണ്ട് പൊക്കി പിടിച്ചപ്പോ ഒന്ന് ചിരിച്ചേ ഉള്ളൂ. ദുര്യോധനന്റെ മുണ്ട് പറിക്കാൻ പോയില്ല. പക്ഷേ പാഞ്ചാലിക്ക് കൊടുക്കേണ്ടി വന്നത് മറ്റൊരുത്തൻ മുണ്ട് പറിച്ച ആളുകളെ കൊണ്ട് കൈകൊട്ടി ചിരിപ്പിക്കുകയാണ്. നീചതയിൽ നിന്നും നീചതകളുടെ പരമ്പരകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന്. മുറികളടച്ച് മനുഷ്യന്റെ സ്വകാര്യതയിൽ മാത്രം അജ്ഞാനാവൃതമായി നിൽക്കേണ്ട നീചത എങ്ങനെ സാർവലൗകികമായ രാജസദസ്സിലേക്ക് വികസിക്കുന്നുവെന്ന് വ്യാസൻ യുധിഷ്ഠിര രാജധാനിയിൽ നിന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് യുധിഷ്ഠിരൻ ദുര്യോധനനേക്കാൾ ഉത്തമനാകുന്നത്? സ്തുതിനിന്ദയുടെ വചനങ്ങളായിരിക്കുമോ ധർമ്മപുത്രർ എന്നത്?
നിങ്ങളാകെ ക്ലാസ് ആകെ സംഘർഷത്തിലായെന്നാവും. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് പഠിപ്പിച്ച് ഒരിടത്തുകൊണ്ട് എത്തിച്ചിട്ട് അടിക്കുമ്പോൾ കഴുത്തിന് പിടിക്കാനൊന്നും നിർത്തിയില്ല. ശരിയല്ല? ആചാര്യന്റെ കഴുത്തിന് പിടിക്കാൻ പറ്റുമായിരുന്നു ആദ്യമായിരുന്നെങ്കിൽ. രണ്ട് പൊട്ടിരിയൽ കൊള്ളേണ്ടതാണെന്ന് തോന്നുമായിരുന്നു. ഇപ്പൊ അതും നിവർത്തിയില്ല. ശരിയല്ല? ശരിയല്ല? വിഗ്രഹങ്ങൾ ഉടയുന്നതിൻ്റെ ഒരു വേദനയും അതേസമയം ഇത് ഉടയേണ്ടതാണല്ലോ എന്നുള്ള തോന്നലും ഒരേ സമയം ഇരു പാർശ്വങ്ങളിൽ അന്തർഗതമാകുമ്പോൾ പരിഹാരം പുറത്തൊരാൾക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു നിമിഷത്തിലെ മാനവ പരിണാമം. ഇതാണ് വിദ്യയുടെ ചേതന. പറഞ്ഞത് ശരിയല്ല? ശരിയാണ്, പക്ഷേ നല്ലേ പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് അങ്ങനല്ലേ? ശരിയാണ്, പക്ഷേ സംഗതിയൊക്കെ ശരി, പക്ഷേ ആ പക്ഷയിൽ എന്നാലും ഇത്ര വേണോ? അന്ന് മുതൽ ഇന്ന് വരെ യുധിഷ്ഠിരന്മാർ മാത്രം ഭരിക്കുന്നു. മറ്റൊരു യുധിഷ്ഠിരൻ നിങ്ങളുടെ അമ്മപെങ്ങന്മാരെ ADBക്ക് പണയപ്പെടുത്തുന്നു. മറ്റൊരു യുധിഷ്ഠിരൻ വേൾഡ് ബാങ്കിന് പണയം വെച്ചിട്ട് വാങ്ങുന്നു. മറ്റൊരു യുധിഷ്ഠിരൻ വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിങ്ങളെ എടുത്തുകൊടുത്ത് പണയപ്പെടുത്തി നിങ്ങളുടെ സ്വത്വം തീർക്കുന്നു. യുധിഷ്ഠിരന്മാർ കൂട്ടായി ഭരിക്കുന്നു. പണയപ്പെടുത്തുന്ന എല്ലാ യുധിഷ്ഠിരനും ധർമ്മിഷ്ഠനാണ് ലോകരുടെ മുമ്പിൽ. പണയപ്പെടുത്തുന്നതിനെ സ്വീകരിക്കാൻ ദുര്യോധനന്മാർക്കല്ലാതെ ആവുകയുമില്ല. അവരുടെ കയ്യിലേ ധനമുള്ളൂ. അവരുടെ കട്ടകളെ ശകുനിക്ക് മറിക്കാനാവൂ. അവാന്തരമായ ഒരു വിനാശത്തിന് ഈ പണയം സൂചന നൽകുന്നു. ലോകം വിനാശകരമായ ഒരു ഭൂമികയിലേക്ക് എത്തുന്നതിന് ഇത് സഹായകമാകുന്നു. പക്ഷേ അന്ന് യുധിഷ്ഠിരനും അറിയാത്ത ഒന്ന് ഇന്നത്തെ യുധിഷ്ഠിരൻ അറിയാം. അന്ന് ദുര്യോധനൻ പാഞ്ചാലിയെ നിറഞ്ഞ രാജസദസ്സിലേക്ക് രജസ്വലയായി ആയിരിക്കെ വലിച്ചിഴയ്ക്കുമ്പോൾ അന്ന് ദുര്യോധനനും യുധിഷ്ഠിരനും കൈകോർത്ത് പിടിച്ച് ഉപയോഗിക്കാത്തൊരു ഭാഷ ഇന്നത്തെ യുധിഷ്ഠിരനും ദുര്യോധനനും അറിയാം. ടൂറിസം. ഇനി മതി. നിങ്ങൾക്ക് ദഹിക്കുന്നിടത്തോളമായി. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ പങ്കുവച്ച് ദുര്യോധനും യുധിഷ്ഠിരനും യുദ്ധം ഒഴിവാക്കുമായിരുന്നു. ബാക്കിയൊക്കെ വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കും. ഇത്രയൊക്കെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. അപ്പൊ കർമ്മത്തിന്റെ ഗഹനതയിൽ യുധിഷ്ഠിരനാ പണയപ്പെടുത്തുന്നത്. അർജുനന്റെ മനസ്സിലൂടെ ഒരു തേരോട്ടം പോലെ ഇത് പോയിട്ടുണ്ടാവില്ലേ? പാഞ്ചാലി വസ്ത്രാക്ഷേപവും രാജ്യം നഷ്ടപ്പെട്ടതും തങ്ങൾ വനവാസത്തിന് പോകേണ്ടി വന്നതും ഒക്കെ
വിധിയുടെ സാഹാര്യം അവലംബിച്ചോ പ്രകൃതിയുടെ നിശ്ചയം കൊണ്ടോ തന്റെ ജ്യേഷ്ഠന്റെ അജ്ഞാനം കൊണ്ടോ അതിന് അരുനിന്നു കൊടുത്തവനെന്നുള്ള നിലയിലോ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നത് മതിമറന്ന് ആഘോഷിച്ചിട്ട് നിങ്ങളുടെ പരാജയ ഭൂമിയിൽ വന്നു നിൽക്കുമ്പോൾ ആ പരാജയത്തിൽ നിങ്ങളെ സഹായിക്കാത്ത പ്രകൃതിയുടെ നിഷ്ഠൂരങ്ങളായ പ്രകൃതികളെക്കാളേറെ നിങ്ങൾക്ക് പറ്റിപ്പോയ അധർമ്മത്തിന്റെ ലാഞ്ചന ദൃഷ്ടവും അദൃഷ്ടവുമായി കിടന്ന് നിങ്ങളുടെ അന്തസ്ഥ ചൈതന്യത്തെ വേദനിപ്പിക്കുന്നുണ്ടാവില്ലേ എന്ന്. വേദനിപ്പിക്കാത്ത ഏത് മാനവ മുഹൂർത്തമാണുള്ളതെന്ന്. മന്ത്രിയായും തന്ത്രിയായും ഈശ്വരസ്വരൂപമായും സന്യാസിയായും ഗൃഹസ്ഥനായും ബ്രഹ്മചാരിയായും ഉദ്യോഗസ്ഥനായും അനുദ്യോഗസ്ഥനായും ഭൗതിക വിജയങ്ങളുടെ ലോകങ്ങളിലൂടെ എല്ലാം പിടിച്ചടക്കാൻ ഓടുന്ന വേളയിൽ കാട്ടിക്കൂട്ടിയ കർമ്മങ്ങളിൽ നിഷ്ഠൂരങ്ങളായവ തെരഞ്ഞെടുത്ത് ജീവിത പരാജയത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ എന്റെ മനസ്സിന് മുമ്പിൽ എന്റെ ചേതന എഴുന്നള്ളിച്ചു കൊണ്ട നിർത്തി എന്നെ തന്നെ ഒരു വിധിന്യായത്തിന് വിധേയമാക്കി കയറ്റി അന്ത്യവിധിയുടെ അതിനിഷ്ഠൂരമായ നാളുകളിൽ എനിക്കെതിരെ ഞാൻ തന്നെ സാക്ഷിയായി, എനിക്കെതിരെ ഞാൻ തന്നെ വിധികർത്താവായി, എനിക്കെതിരെ ഞാൻ തന്നെ തീരുമാനമെടുക്കുന്നവനായി, എന്റെ കോശാന്തരങ്ങളെ ഒരു ബോധം കൊണ്ട് നശിപ്പിക്കുന്നവനായി, എന്റെ അപക്ഷയത്തിനും എന്റെ മൃത്യുവിനും കാരണക്കാരനായി നിൽക്കുന്നുണ്ടാവില്ലേ എന്ന്. കാരണം എനിക്ക് മാത്രമല്ലേ എന്റെ കർമ്മങ്ങളുടെ രുദ്രതാളങ്ങൾ മനസ്സിലാവൂ. എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ എന്റെ മക്കൾക്കോ എന്റെ സഹോദരങ്ങൾക്കോ എന്റെ പരിചയക്കാർക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ അറിയാത്ത എന്റെ കർമ്മങ്ങളുടെ രുദ്രതാളങ്ങൾ എന്റെ മസ്തിഷ്കത്തിൽ മാത്രമായിരിക്കില്ലേ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഞാൻ നന്മയെന്നോ തിന്മയെന്നോ മറ്റവനെ പരാജയപ്പെടുത്താനെന്നോ എനിക്ക് വിജയിക്കാനെന്നോ സ്വാർത്ഥമായോ നിസ്വാർത്ഥമായോ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഭാവപ്രത്യയങ്ങൾ അത്രയും മറ്റുള്ളവൻ കണ്ടു വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ ബോധത്തിന്റെ അന്തർഭാവങ്ങളിലാണ് രൂപപ്പെടുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഭാവങ്ങളും അതിന്റെ രുദ്രതാളങ്ങൾ അത്രയും എനിക്ക് മാത്രം അറിയുന്നു എങ്കിൽ കർമ്മനിഷ്ഠൂരമായ പ്രകൃതിയുടെ ചേതനാവൈഭവം മൃഗസഞ്ചയങ്ങളിൽ നിന്ന് വ്യത്യസ്തനെന്ന് അവകാശപ്പെടുന്ന പരിഷ്കൃത മനുഷ്യന്റെ പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവിന്റെ അന്തരാളങ്ങളിലേക്ക് ശ്രേണിയായി നൽകുവാൻ, അതിന്റെ നന്മകളെ അടുത്ത തലമുറകളുടെ വിജയത്തിനായി കൊണ്ടുപോകുവാൻ അവന്റെ ശാസ്ത്രപ്രതിഷ്ഠകൾ അനുവദിക്കുന്നില്ലെങ്കിൽ അവന്റെ ദുരയും ദുഷ്ടതയും അവന്റെ ഹിംസാത്മകതയും സ്ഥേയവും അബ്രഹ്മചര്യവുമെല്ലാം പരമ്പരാനിർദ്ദിഷ്ടമായ തലങ്ങളിലേക്ക് കൈമാറിക്കൊടുക്കുവാൻ, അവന്റെ രോഗങ്ങളും അവന്റെ വേദനകളും പരമ്പരയ്ക്ക് കൈമാറുവാൻ എളുപ്പത്തിൽ കഴിയുന്നുവെങ്കിൽ മൃഗങ്ങളെക്കാൾ എവിടെയാണ് മാനവൻ പുരോഗമിച്ചത്? ശ്രുത്യധിഷ്ഠിതവും സ്മൃത്യധിഷ്ഠിതവും ആചാരാധിഷ്ഠിതവും സാമൂഹികവും സാമാജികവുമായ തലങ്ങളിൽ ചേർത്തുവെച്ച് കർമ്മത്തിന്റെ നിഷ്ഠൂര സ്വഭാവത്തെ നോക്കിക്കണ്ടിട്ട് അർജുനൻ ഇത്തരമൊരവസ്ഥയിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി അകത്തളങ്ങളിൽ കാമനകൾ മുഴുവൻ നിറഞ്ഞിരിക്കെ ഭിക്ഷാന്നത്തിന്റെ ചാതുര്യത്തിലേക്ക് ചാടിയിറങ്ങി പുറപ്പെട്ടാൽ അത് ചേതനാവൈഭവം കൊണ്ടെന്ന് അംഗീകരിക്കാനാവുമോ? അവിടെ എത്ര മർമ്മസ്പർശിയായിട്ടാണ് പറഞ്ഞത്. സന്യാസം കൊണ്ട് നീ സിദ്ധിയെ പ്രാപിക്കില്ല.
കർമ്മത്യാഗം കൊണ്ട് നീ ആനന്ദത്തിലെത്തില്ല. രണ്ട് മൗലിക ഘടനകളാ പറഞ്ഞത്. ഞാനിത് നിർത്തി സ്വല്പം നേരം ഇരുന്നത് കുറച്ച് സമയമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു, ഈ തള്ളിപ്പിടിക്കൽ നിർത്താൻ. നിങ്ങളുടെ മനസ്സൊന്ന് ലളിതമാകാൻ. മനുഷ്യൻ അവന്റെ ജയവും അപജയവും ആഘോഷിച്ചും വളർത്തിയും ചുറ്റുപാടുകളെ കൊണ്ട് പറയിപ്പിച്ചും എഴുതിയും പഠിച്ചും കഠോരനിഷ്ഠനായിട്ടുണ്ട്. ലാളിത്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയല്ല? ലളിതമായതൊന്നും അവന് മനസ്സിലാവില്ല. അവന്റെ ഭാഷ തന്നെ കാൽപ്പനികമായി കഴിഞ്ഞിട്ടുണ്ട്. ശരിയല്ല? വാക്കിന് നേരെയുള്ള അർത്ഥമൊന്നും ഇന്നറിയില്ല. അത് വേണം എന്ന് പറഞ്ഞാൽ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ പ്രാചീനമായ ദർശന സാധ്യതകളെ ദുഷ്ടമായി വ്യാഖ്യാനിച്ച് വേണമെന്നായാലും വേണ്ടെന്നായാലും വേണ്ടണമെന്നും വേണണ്ടെന്നുമൊക്കെയായി മാറിയിട്ടുണ്ട്. ശരിയല്ല? ശരിയല്ല? മൂത്തമാനെ വിളിച്ചു ഭാഗമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വേണ്ടച്ഛ, കൂട്ടത്തിലില്ലാത്തത് അവളല്ലേ അവൾക്ക് കൊടുത്തേക്കുന്നത്. കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ വന്നിട്ട് പറയാണ്, സ്നേഹമൊക്കെ അവിടെയല്ലേ കൊടുത്തത്. എടാ നീ പറഞ്ഞിട്ടില്ലടാ കൊടുത്തു. ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കൊടുക്കാവോ? ഒന്നുകൂടെ ചോദിക്കണ്ടായിരുന്നു. അപ്പം വേണ്ടെന്ന് നീ പറഞ്ഞത്, വേണ്ടെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഉടനെ വേണ്ടെന്നാവുമോ? ശരിയല്ല? ശരിയല്ല? സ്വാമികളെ ഉച്ചഭിക്ഷ റെഡിയായിട്ടുണ്ട്, കഴിക്കാം. വേണ്ടപ്പോൾ കഴിച്ചിട്ടാണ്. വേണ്ട, മസിൽ പിടിക്കുകയാണ്. അപ്പോൾ ഉടനെ കുട്ടി വന്ന് പറഞ്ഞിട്ട് പോരാഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് അമ്മ അകത്തുനിന്ന് പറഞ്ഞു, ഇരിക്കൂ സ്വാമികളെ, അങ്ങയെ കണ്ടുകൊണ്ട് ഭക്ഷണമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, കഴിക്കും. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. എന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞു, അല്ല സ്വാമിജി അല്പം കഴിക്കുക, ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോയാൽ. വേണ്ട, കഴിച്ചതാ. ഇങ്ങനെ ആളാം വീതമൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പം കാർന്നവർക്ക് തോന്നി കഴിച്ചതായിരിക്കും. ഈ സ്വാമി കള്ളമൊന്നും പറയല, ഭാഷയൊന്നും മാറി. അപ്പൊ സ്വാമി വിചാരിച്ചു ഒന്നുകൂടെ നിർബന്ധിച്ചായിരിക്കാവുന്ന. അപ്പോഴാണ് കാർന്നവർ കയറി അവസാനത്തെ അടിച്ചത്. വേണ്ട എടി, നിർബന്ധിക്കണ്ട. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ സ്വാമിക്ക് ബുദ്ധിമുട്ടാകും, നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അതുകൊണ്ട് കഴിച്ചതായിരിക്കും, കഴിക്കാതെ സ്വാമി കള്ളമൊന്നും പറയില്ല, സ്വാമി പോലെങ്കിൽ കള്ളം പറയുന്ന ആളും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കാർന്നവർ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭക്തന്മാർ കൂടെ ഉള്ളവനും കഴിച്ചിട്ടില്ല, ഇയാളും കഴിച്ചിട്ടില്ല. അപ്പൊ അവിടുത്തെ അകത്തെ ഈ മണവും ഗുണവും ഒക്കെ വരുന്ന കണ്ടപ്പോൾ കഴിക്കാവുന്ന കൂടെയുള്ളവന്മാർക്കും ഉണ്ടായിരുന്നു. സ്വാമി ഇത് കഴിക്കണ്ടാവെന്ന് തീരുമാനിച്ചപ്പം അവരും കൂടെ പോവുകയെ നിവൃത്തിയുള്ളൂ. കാരണം ഭക്തനാണ്, മനസ്സില്ലാ മനസ്സോടെയാണ്, ദേഷ്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇറങ്ങി പോകുമ്പോൾ അല്ലത് ആ ദുഷ്ടർ ഒന്നുകൂടെ ഒന്ന് പറയാമായിരുന്നു. സ്വാമിയുടെ വാക്കാണ്. എങ്ങനെ വേദാന്തം രക്ഷപ്പെടും? മനുഷ്യജീവിതം മുഴുവൻ ഭാഷ ലളിതമായി നേരെ മനസ്സിലാവില്ലാത്ത വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസവും അറിവും നമ്മളെ വക്രമാക്കിയിരിക്കും. അവക്രവും ഋജുവുമായ അറിവ് നമ്മളിൽ നിന്ന് വിദ്യാഭ്യാസം എടുത്തു കളഞ്ഞു. അവക്രമായതൊന്നും നമുക്കിന്ന് മനസ്സിലാവില്ല. ശരിയല്ല?
ശരിയല്ല? ജീവിതത്തിന്റെ ഏത് രംഗമെടുത്താലും വിദ്യാഭ്യാസമുള്ളവനാണോ അവന് വക്രതയില്ലാതെ മനസ്സിലാവും. ഞാനും നിങ്ങളും നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയല്ലോ. മൃഗങ്ങൾ ഋജുവായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവയ്ക്ക് ഭാഷ പോലുമില്ല. ശരിയല്ല? അവ ആഹാരം സമ്പാദിക്കുന്നു, കുട്ടികളെ പരിചരിക്കുന്നു, കൂട് നോക്കുന്നു. മൈലുകൾ പറന്നുപോയി ആഹാരം തേടിക്കൊണ്ടുവന്ന് മൈലുകൾ അകലെ എത്തി വെച്ച കൂടുകൾ മറക്കാതെ തിരിച്ചവിടെ എത്തുന്നു. 100 കുട്ടികൾക്കിടയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ തന്നെ തിരിച്ചറിയുന്നു. തന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അതിന് കാലോ കയ്യോ ഒടിഞ്ഞുവെങ്കിൽ അതിനെ മറ്റുള്ളവർ വളർത്താൻ വേണ്ടി ഏൽപ്പിക്കുന്ന സാമൂഹ്യ സംഘങ്ങളൊന്നും മൃഗങ്ങൾക്കില്ല. അവയുടെ പ്രസവമെടുക്കാൻ അവയുടെ ഇടയിൽ ഗൈനക്കോളജിസ്റ്റുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമില്ല. എന്നിട്ടും അവയൊക്കെ സുഖമായും സുന്ദരതരമായും ലളിതമായും ജീവിക്കുകയും അറിവിന്റെ ആന്തോളനങ്ങൾ പരമ്പരകൾക്ക് കൈമാറുകയും അറിവില്ലായ്മയുടെ തലങ്ങൾ സ്വയം അനുഭവിച്ചു തീർക്കുകയും അത് പരമ്പരയിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും തങ്ങളുടെ രോഗങ്ങൾ പരമ്പരാർജിതമായി തന്റെ പരമ്പരയ്ക്ക് കിട്ടാൻ പാരമ്പര്യ ജനിതകങ്ങളും പഠനങ്ങളും ആ ജന്തുജാലങ്ങൾക്കില്ലാതെ വരുന്നു. മനുഷ്യനെ മാത്രം പ്രാപിക്കുന്ന പാരമ്പര്യ ജനിതകങ്ങളുടെയും മനുഷ്യനെ മാത്രം പ്രാപിക്കുന്ന രോഗാവസ്ഥകളുടെയും ആന്തോളനങ്ങൾ മനുഷ്യന്റെ അറിവിന്റെ ആദ്യപത്രങ്ങൾ മാത്രമായിരിക്കുമോ? ചോദ്യം തികച്ചും അസ്ഥാനത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. നിങ്ങളൊക്കെ സമ്പാദ്യമായിട്ട് മേടിച്ചത് അച്ഛൻ്റെ ഡയബറ്റീസ്, അമ്മുമ്മയുടെ പ്രഷർ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മുമ്മയുടെ അപ്പൂപ്പന്റെ ഒന്നും നന്മയൊന്നും കിട്ടാത്ത വർഗം. കഷ്ടം. നിങ്ങളെ കണ്ടാ കുളിക്കണ്ടേ? നിങ്ങളെ കരയുന്നു. അതുകൊണ്ട് ആലോചിച്ചു നോക്കുക. മാനവചേതനയെ പിടിച്ചു നിർത്തുന്ന കർമ്മത്തിന്റെ ഗഹനത. അർജുനനിലൂടെ ആ വസ്ത്രാക്ഷേപവും അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഭീഷ്മനെയും അത് കണ്ട് അനങ്ങാതിരിക്കുന്ന ദ്രോണനെയും ഒക്കെ അർജുനന്റെ മനോമുകുരത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം തങ്ങളുടേതാവില്ല എന്ന ഒരു ബോധത്തിൽ ത്യജിക്കുവാനും അതിന്റെ രാജപദവിയെ ആഗ്രഹിക്കുവാനും കഴിയുന്ന രണ്ടക്ഷമുള്ള ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് അർജുനൻ ത്യാഗത്തെ കാണുന്നതെങ്കിൽ അത് ഭാരതീയമായൊരു ത്യാഗമല്ല എന്ന് പറഞ്ഞുകൊടുക്കുക എന്ന മര്യാദ കൃഷ്ണനില്ലേ? ചോദ്യം പിടിയിട്ടില്ല. ത്യജിക്കുക എന്ന് പറയുന്നത് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി 5 രൂപയുടെ വസ്തു ധരിച്ചിട്ട് 50,000 രൂപയുടെ പ്രശസ്തി നേടുമ്പോൾ അതിന് ത്യാഗമെന്നോ വലിച്ചു വെക്കലെന്നോ പേര് പറയേണ്ടത്? ചോദ്യം മനസ്സിലായില്ല. 5 രൂപയുടെ സൈക്കിളാണ് കൊടുക്കാൻ പോകുന്നത് സംഘടന, അല്ലെങ്കിൽ 5,000 രൂപയുടെ പഴയൊരു ഹെർക്കുലീസ് വാങ്ങിച്ച് അതിന് 4 വീലും ഉണ്ടാക്കി ഒരു കാലില്ലാത്തവന് എറണാകുളത്ത് വെച്ച് സൈക്കിൾ വിതരണം ചെയ്യാൻ പോവാണ്. സൈക്കിളിനാകെ 5,000 രൂപ. അതാരോ സംഭാവന ചെയ്തത്. മനസ്സിലായില്ല. അത് കൊടുക്കുന്ന പ്രസിഡന്റ് നടന്നു വരാൻ വിരിച്ച കാർപ്പറ്റിന് 50,000 രൂപ. മനസ്സിലായില്ല.
ത്യാഗം കണ്ട് പ്രകൃതി നെറ്റി ചുളിക്കുന്നുണ്ടാവും. നാളെ ഈ നടക്കാൻ മേലാത്ത തലത്തിൽ കാലിനെ പ്രകൃതി ആക്രമിക്കുമ്പോൾ മനസ്സിലായില്ല, നാം തിരിച്ചറിയുന്നുണ്ടാവുമോ? പണ്ട് വിജയശ്രീലാളിതനായി ഈ കാർപ്പറ്റിലൂടെ നടന്നതാണ് ഇപ്പൊ നിലത്തുകൂടെ പോലും നടക്കാൻ മേലാതായതെന്ന്. വിജയത്തിൽ വരുന്ന ഒരു കർമ്മവും നമുക്ക് പഠനാർഹമാകുന്നില്ല. അതിനാ ഇത്ര ഉദാഹരണം പറഞ്ഞത്. അത് മറന്നും പോയി നിങ്ങൾ. പറഞ്ഞ എവിടെയാണെന്നും എവിടുന്നായി തുടങ്ങിയെന്നൊക്കെ മറന്നു അല്ലേ? എന്നെ വിജയത്തിലെത്തിച്ച കർമ്മത്തിന്റെ കാരകത്വങ്ങളൊന്നും അപഗ്രഥിക്കാൻ വയ്യാത്ത വിധം വിജയം എന്റെ മതിയെ മറക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, എന്റെ ബുദ്ധിയെ, എന്റെ ഓർമ്മകളെ മറക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഒരു കർമ്മ വിജയം പോലും ചേതനയെ പഠനാർഹമായ വിദ്യയിലേക്ക് എത്തിക്കുന്നില്ല. Is there any exception? ഒരു വിജയം കഴിഞ്ഞ് സ്വച്ഛന്തമായിരുന്ന് തന്നെ വിജയിപ്പിച്ച അനവധി കാരകങ്ങളോട് നന്ദിയുള്ളവനായി ആ കാരകങ്ങളെ സ്മരിച്ച് അവ എന്നെയും എൻ്റെ തലമുറയെയും തുടർന്നും വിജയങ്ങളിലേക്ക് എത്തിക്കുവാൻ പാകമായി എൻ്റെ ചേതനയുടെ അവസ്ഥാന്തരങ്ങളിലെല്ലാം അർപ്പിച്ച് എൻ്റെ പ്രാണന്റെ ഭാഗമാക്കി തീർത്ത് ആ പ്രാണനെ എൻ്റെ സമാജത്തിന് മൊത്തം നാളെ വിജയമായിരിക്കാൻ എൻ്റെ വിജയത്തിൻ്റെ ഈ അറിവ് പ്രാപ്തമാവേണമേ എന്ന് വിചാരിച്ച് പരമ്പരയുടെ നിർദ്ദിഷ്ടമായ അറിവിലേക്ക് പോകുന്ന എൻ്റെ ബീജത്തിലും ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും അത് സംക്ഷേപിച്ച് എൻ്റെ ജന്മജന്മാന്തരങ്ങൾ അത്രയും വിജയശ്രീലാളിതനായി പോകുവാൻ എൻ്റെ വിദ്യയെ പര്യാപ്തമാക്കുന്ന ഒരു മൗനവും ഒരു പഠനവും വിജയങ്ങളിൽ നിന്ന് മാനവൻ എന്നെങ്കിലും നേടാറുണ്ടോ? എന്നെങ്കിലും ഇരിക്കാറുണ്ടോ? എന്നെങ്കിലും ചിന്തിക്കാറുണ്ടോ? പകരം വിജയത്തെ ആഘോഷിക്കാൻ ചുറ്റുപാടുകളെ കൂട്ടിയിണക്കി അതിന് വേറൊരു ചെലവും ചെയ്ത് വിജയാഘോഷങ്ങളിൽ മതിമറന്നുല്ലസിക്കുമ്പോൾ വിജയത്തിലേക്ക് എത്തിച്ച കാരകങ്ങൾ അത്രയും വിസ്മൃതിയിലാണ്ട് പരാജയത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയല്ലേ മാനവ ചേതന എന്നും എക്കാലവും എല്ലായിടത്തും ചെയ്തു പോരുന്നത്. അന്തക്ഷോഭമില്ലാതെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? നിങ്ങളുടെ കുട്ടികൾ ഏതോ കാരണം കൊണ്ട് ജീവിതത്തിന്റെ ഏതോ രംഗങ്ങളിൽ വിജയശ്രീലാളിതരായി വരുമ്പോൾ നിങ്ങളും അവരും ചേർന്ന് വിജയം ആഘോഷിക്കുന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ അനതിവിദൂരമായി പരാജയങ്ങളുടെ കയ്പുനീർ മാറി മാറി വരുമ്പോൾ പണ്ട് വിജയിച്ചത് ഇന്ന് പരാജയപ്പെടുന്നതിന് പരിഹാരം തേടി മന്ത്രവാദങ്ങളിലും ഗൂഢപത്രങ്ങളിലും സൈക്കാട്രിസ്റ്റുകളുടെ നടുക്കും സ്വാമിമാരുടെ അടുക്കലും ആയുർവേദ വിദ്യകളിലും അലോപ്പതി വിദ്യകളിലും ഒക്കെ ഓടി നടക്കുമ്പോൾ വിജയം മറന്നുപോയ മുഹൂർത്തങ്ങളിൽ നിന്നാണ് പരാജയ പരമ്പരകളിലേക്ക് ഞാൻ വീണതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമാനെന്ന് നടിക്കുന്ന മനുഷ്യനും അവനെ നയിക്കുന്ന ഇതിഹാസങ്ങൾക്കും അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും അവന്റെ ജീവവായു എന്ന് പറയുന്ന മതങ്ങൾക്കും ഇന്നോളം കഴിഞ്ഞിട്ടുണ്ടാകുമോ? ചോദ്യം കുറച്ചൊന്നുമല്ല നിങ്ങളെയും എന്നെയും സന്തോഷിപ്പിക്കാവുന്നത്. പക്ഷേ നിങ്ങളുടെ ഇരിപ്പ്
ആ രീതിയിലല്ലെന്ന് കാണുമ്പോൾ ഞാനേതോ അപകടം പറഞ്ഞു പോയോ? ശരിയല്ല? ആലോചിച്ച് നോക്കി. ശരിയല്ലേ? എന്ത് ഈ പതുക്കെ പറയുന്നു? ബാക്കിയുള്ളവർ കേൾക്കേണ്ട അവസ്ഥയിരിക്കാം. മനുഷ്യര് മൃഗങ്ങളെക്കാളൊക്കെ ജന്തൂനാം നരജന്മ ദുർലഭം അത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗ പരത വിദ്വത്വം അസ്മാത് പരം. പോരെ മാനവന്റെ ഇതിഹാസം? ആ ഇത്രയും ചിന്തിക്കുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല. നിർമ്മലാനന്ദഗിരി സ്വാമിയെയും മറ്റു സ്വാമിമാരെയും മറ്റ് രാഷ്ട്രപതിയെയും മറ്റുള്ളവനെയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ എന്തെല്ലാം വിശേഷണമായി മാനവന്മാരെ പറ്റി പറയുന്നത്. ഇവരൊക്കെ നിങ്ങളിപ്പോ പറയുന്നത് ഇത്രയും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ രണ്ടുണ്ടായുള്ള മണ്ടന്മാരാണെന്നാ. സ്വാഗതപ്രസംഗം ഒന്നും കേട്ടിട്ടില്ല. ഇത്രയും വലിയ ചിന്തകന്മാരൊന്നും ചിന്തിച്ചില്ല. ഞാനൊക്കെ വലിയ ചിന്തകന്മാരെ ഇവിടുന്ന് പുറത്തിറങ്ങിയ എന്താ ചിന്ത? നിസ്സാരമായ കാര്യം പോലും ചിന്തിക്കണം അറിയണമെങ്കിൽ. ലളിതമായി കാര്യങ്ങൾക്ക് മൃഗങ്ങൾക്ക് ചിന്ത വേണ്ടല്ലോ. അവ ചിന്തിക്കാതെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൃഗങ്ങളെ ഉദാഹരണം പറഞ്ഞത്, സസ്യങ്ങളെ ഉദാഹരണം പറഞ്ഞത്. അവ കാറ്റുള്ള പ്രദേശങ്ങളിൽ വളരുമ്പോൾ അവയുടെ കമ്പുകൾക്ക് ബലം കൂടരുതെന്ന് അവയുടെ പരമ്പരാർജിതമായ കോശബോധങ്ങളിലേക്ക് സന്നിവേശിക്കുമ്പോഴാണ് കാറ്റ് കൂടുതലുള്ള പ്രദേശങ്ങളിലെ കമ്പുകൾക്ക് ബലം കൂടാതിരിക്കാൻ ചോടിന് മാത്രം ബലം കൂടുന്നതായി അവ വളരുന്നത്. സസ്യത്തിന് പോലും നിശ്ചേഷ്ടവും നിശ്ചേതനവുമാണെന്ന് വിശ്വസിക്കുന്ന സസ്യത്തിന് പോലും ഈ ബോധമുണ്ടായിരിക്കെ അവയെപ്പറ്റി വരെ ഇതിഹാസങ്ങൾ എഴുതുന്ന മനുഷ്യന് ഈ ബോധം എന്തേ നഷ്ടപ്പെട്ടുപോയി? കണ്ടിട്ടില്ല? രാമക്കൽമേട്ടിലുമൊക്കെ ചെന്നാൽ അവിടെ നിൽക്കുന്ന മരങ്ങളും നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്ന മരങ്ങളും ഒരുപോലല്ല നിൽക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല? തമിഴ്നാട്ടിലെ പുളിയും വേപ്പും നിൽക്കുന്ന പോലല്ല കേരളത്തിലെ പുളിയും വേപ്പും നിൽക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല? വെയിലിനോട് മഴയോട് ഒക്കെ എൻ്റെ മുത്തച്ഛൻ എങ്ങനെ പെരുമാറിയപ്പോഴൊക്കെ അതിൻ്റെ കൊമ്പൊടിഞ്ഞു പോയിട്ടുണ്ടോ, എങ്ങനെ പെരുമാറിയപ്പോഴൊക്കെ അതിൻ്റെ ജീവിതം അസാധ്യമായിട്ടുണ്ടോ, ആ അനുഭവങ്ങൾ അത്രയും. എങ്ങനെ പെരുമാറിയപ്പോൾ കൂടുതൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്തുവോ ആ അനുഭവങ്ങൾ അത്രയും തൻ്റെ കോശാന്തരങ്ങളിൽ വിത്തിൽ അറിവിന്റെ രൂപേണ നിന്ന് ആ വിത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആ കോശങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ അതിനനുഗുണമായി രൂപപ്പെടുത്തുവാൻ സസ്യജാലങ്ങൾക്ക് പോലും നൈസർഗികമായൊരു ചോദനയും അറിവും ഉണ്ടെങ്കിൽ എന്തേ മാനവന് മാത്രം അത് നഷ്ടപ്പെട്ടു? ഇനി മനസ്സിലായില്ല? അവന് ഭാഷയും ശാസ്ത്രവും കൈവന്നപ്പോൾ വ്യാഖ്യാനങ്ങൾ കൂടി അവന്റെ മസ്തിഷ്കം വികലമായി പോയി. തന്തയും തള്ളയും ഒരു കുറ്റമേ ചെയ്തുള്ളൂ, പഠിക്കാൻ വിട്ടു. അതിന്റെ കുറ്റമായി അനുഭവിക്കുന്ന ദുഃഖം മുഴുവൻ.
അത്രയും മാത്രമേ ഉള്ളൂ. ഹൃദയവും ഹൃദയവുമായുള്ള ബന്ധം ഭാഷ കൊണ്ട് മൂടി. വാക്കുകളും വരകളും വർണ്ണങ്ങളും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വികലമായി. സത്യം വിദൂരവുമായി. നമ്പർ 1 കഴിഞ്ഞു. നമ്പർ 2, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവോ? വിജയങ്ങളിൽ നിന്ന് പഠിക്കില്ല, നിശ്ചയായി സമ്മതിച്ചു. കർമ്മ പരാജയങ്ങളിൽ നിന്ന് കർമ്മകാരകത്വവും കർമ്മഹേതുക്കളും കർമ്മഫലത്തിന്റെ വിചിന്തനങ്ങളും അറിവായിത്തീരുമോ? കർമ്മത്തിന്റെ പരാജയങ്ങളെ അതിൽ പങ്കെടുക്കുന്നവനെയും കർമ്മത്തിന്റെ പരാജയങ്ങളെ അതിന് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയെയും കർമ്മത്തിന്റെ പരാജയങ്ങളെ വിധിയെയും ഏൽപ്പിച്ച് അവ തന്റേതല്ലെന്ന് കൽപ്പിക്കുവാൻ വ്യാഖ്യാനങ്ങൾ ചമച്ച് അഹന്തയുടെയും മമതയുടെയും കോടരങ്ങളിൽ അജ്ഞനായിത്തീർന്നു നിൽക്കുന്ന മനുഷ്യന് കർമ്മപരാജയങ്ങൾ എന്നെങ്കിലും ഒരു പാഠ്യവിഷയമാകുമോ? ആവട്ടെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രകൃതി എന്നും നമ്മുടെ പരാജയങ്ങൾക്ക് നേരെ നിൽക്കാൻ ത്രാണിയില്ലാതെ അവയിലേക്ക് നമ്മെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പ്രകൃതിക്കോ വിധിക്കോ ഈശ്വരനോ കൂടെ നിന്നവർക്കോ ഏൽപ്പിച്ചു കൊടുത്ത് വ്യാഖ്യാനങ്ങളും ഭാഷയും കൊണ്ട് പരാജയ ഹേതുക്കളെ സ്വച്ഛന്തമായി അപഗ്രഥിച്ചു കോശാന്തരങ്ങളിൽ ഇനിയും ഒരു പരാജയം വരാതിരിക്കാൻ ഈ പരാജയത്തിന്റെ സ്മരണയും അതുളവാക്കിയ വേദനയും സ്വപ്നങ്ങളിൽ ചേർത്തുവെച്ച് സൂക്ഷ്മ ശരീരത്തിന്റെ അറിവിലേക്ക് ഇനിയും വിജയങ്ങൾ ഉണ്ടാകാൻ പാകത്തിന് ഈ പരാജയത്തിന്റെ ഉത്തരദായിത്വത്തെ സ്വയം ഏറ്റെടുത്ത് നാളെ വിജയശ്രീലാളിതമാക്കാൻ പാകത്തിനറിവിനെ സ്വാംശീകരിക്കുമോ? അതല്ല, ആ പരാജയ കാരണങ്ങളെയും പരാജയ ഹേതുക്കളെയും അതിന്റെ അന്തരാളങ്ങളെയും മുഴുവൻ നമ്മോടൊപ്പം നിന്ന ആളുകളിലും പ്രകൃതിയിലും ഈശ്വരനിലും എല്ലാം ഏൽപ്പിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ അറിവില്ലാത്തവനായിത്തീർന്ന് വീണ്ടും ജയാപജയങ്ങളുടെ ലോകങ്ങളിൽ അറിവില്ലാതെ പരാജയങ്ങൾക്ക് വഴിമരുന്നിടുമോ? രാവിലെ 8:30 മണിക്ക് കഴിച്ച ഒരാഹാരം തന്റെ കോശങ്ങളെ വലിഞ്ഞു മുറുക്കുമ്പോൾ കോശാന്തര വ്യാപാരത്തിലെ അറിവുകളിൽ രോഗ താൽപര്യങ്ങളായി വളർന്നു വികസിക്കുമ്പോൾ അതാണ് കാരണമെന്ന് മസ്തിഷ്കം പറഞ്ഞാൽ അത് കാരണമല്ല, അത് കഴിക്കുന്നത് കണ്ടയാൾ കാരണമാണെന്നോ, അത് കാരണമല്ല, രോഗാണുക്കളേതോ കാരണമാണെന്നോ, അത് കാരണമല്ല മറ്റുള്ളവ കാരണമാണെന്നോ ഒക്കെ മസ്തിഷ്കത്തെ ഓർമ്മിപ്പിച്ച് മസ്തിഷ്കത്തിൽ
അയത്നലളിതമായി കിടക്കുന്ന അറിവിനെപ്പോലും വ്യാഖ്യാനവും ചമത്കാരവും കൊണ്ട് കളഞ്ഞ് അറിവില്ലായ്മയെ അവിടെ പ്രതിഷ്ഠിച്ച് പരിഹാരങ്ങൾ കഴിഞ്ഞ് രോഗഗ്രസ്തമായ കോശങ്ങളുമായി നീങ്ങുമ്പോഴും വീണ്ടും അതേ ആഹാരത്തെ തന്നെ കാണുന്നൊരു വേളയിൽ ഇന്ദ്രിയങ്ങളും അറിവും അത് വേണ്ട എന്ന് പറയുമ്പോഴും അത് തന്നെ വേണമെന്നും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലെന്നും മസ്തിഷ്കം ഓർമ്മപ്പെടുത്തി അവയെ തന്നെ സ്വീകരിച്ച് അതിലും അപകടകരങ്ങളായ നിലയിലേക്ക് പോകാൻ മനുഷ്യന് കഴിയുമ്പോൾ മൃഗങ്ങൾക്ക് ഈ വിഷവസ്തുക്കളൊക്കെ പ്രകൃതിയിൽ തിരിച്ചറിയാനും പാരമ്പര്യ ജനിതകങ്ങളിൽ അത് സൂക്ഷിക്കുവാനും അതിന് പരിഹാരങ്ങൾ അന്വേഷിച്ചുഴലണ്ടാതെ വരാനും ഇടയുണ്ടാകുമെങ്കിൽ മൃഗചേതന മാനവചേതനയേക്കാൾ പരിഷ്കൃതമാണെന്നല്ലേ പറയേണ്ടത്? പശുവിനെ പറമ്പിൽ കൊണ്ട് കെട്ടിക്ക്, നല്ലപോലെ തഴച്ചു നിൽക്കുന്ന ചില ചെടികളൊക്കെ ഉണ്ടെങ്കിലും അത് തിന്നുകയില്ല. അത് തിന്നുന്നോർത്താ കൊണ്ട് കെട്ടിയിരിക്കുന്നത്, തിന്നുകയില്ല. പട്ടിക്ക് കൊണ്ട് ആഹാരം കൊടുത്തു നോക്കിയേ, നിങ്ങൾ വളർത്തി മരുന്ന് കൊടുത്ത പട്ടിക്കല്ല, അത് നിങ്ങളുടെ പട്ടിയാ, പട്ടിയുടെ പട്ടിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത് എന്റെ പട്ടി ഇവിടെ വാടാ. മനസ്സിലായില്ല? അതുകൊണ്ടാ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവൻ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാടാ ഞാനാടാ പട്ടി എന്ന് പറയുന്നത്. ഇതുവരെ കേട്ടിട്ടില്ല. സ്വാമി പട്ടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൂടെ നടന്നു, എന്റെ കൂടെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുറ്റത്തെത്തുമ്പം രവിസാറും മറ്റും പട്ടി അവിടെ നിന്ന് ഓടി വരാൻ തുടങ്ങുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് പറയും കുറയ്ക്കാതെടാ ഞാനാടാ പട്ടി. ഒന്നും നിങ്ങൾക്ക് അനുഭവമില്ല. അപ്പൊ ആ പട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ വളർത്തുമ്പോൾ അതിന്റെ സ്വഭാവമൊക്കെ മാറും. നിങ്ങളുടെ സങ്കല്പത്തിലെ കഞ്ഞിയാണ് അത് കുടിക്കുന്നത്. പ്രകൃതിയിലോടി നടക്കുന്ന പട്ടി, ബെൽറ്റ് ഇല്ലാത്ത പട്ടി. മനസ്സിലായില്ല? ബെൽറ്റ് ഇട്ട പട്ടിയല്ല. ബെൽറ്റ് ഇടുമ്പോ ആ ബെൽറ്റ് എന്നൊരു ചങ്ങല നിങ്ങളുടെ കയ്യിലേക്ക് നീളുന്നുണ്ട്. നിങ്ങളുടെ കോശാന്തര വ്യാപാരത്തിന്റെ അറിവുകൾ അവനിലുണ്ട്. അതുകൊണ്ട് അവന് പ്രമേഹവും പ്രഷറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അവന്റെ ഡോക്ടറും ഉണ്ട്. മനസ്സിലായില്ല? കണമ്പള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഡോക്ടർ നിർമ്മലാനന്ദൻ BVSc, പട്ടി സ്പെഷ്യലിസ്റ്റ് ഡോഗ്. കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? എറണാകുളത്തൊക്കെ ബോർഡുണ്ട്, നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അറിവ് ചേതനയെ പിടിച്ചു നിർത്തുന്നത് അതിന്റെ കോശാന്തര വ്യാപാരത്തിലാണ്. അറിവിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. അറിവാണ് ആനന്ദം. ബാക്കി ഒന്നും ആനന്ദാവില്ല. ഇത്രയും കർമ്മത്തിൽ ചേർത്ത് വെച്ചിട്ട് അർജുനന്റെ വാക്കുകളെ അശസ്ത്രം ശസ്ത്രപാണയ തീർത്ഥാർത്ഥരാഷ്ട്രേ രണേ അന്യു തന്മേ ക്ഷേമതരം ഭവേത് എന്നൊന്നിലും അവിടം വരെ എത്തി. വൃശ്ചിക പുച്ഛത്തിലാണ് ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകെ എന്ന് 2-ാം അധ്യായത്തിലും ഞാൻ സന്യാസം സ്വീകരിച്ചു കൊള്ളാം ഈ മനസ്സുമായിട്ട്. ജ്ഞാനം സന്യാസലക്ഷണം എന്നാണ്. അതില്ലാതെ
എവിടുന്നോ സ്വീകരിക്കുന്നതാണ് സന്യാസം, ചക്കയും മാങ്ങയൊക്കെ വാങ്ങിക്കുന്ന പോലെ എന്ന് ധരിച്ചു ഒരു അർജുനൻ. മനസ്സിലായില്ല? എനിക്കൊരു 5000 രൂപയുടെ സന്യാസം വേണം, ഒരു 50,000 രൂപയുടെ സന്യാസം ഇങ്ങതാ. മനസ്സിലായില്ല? ഞങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന് പല ഗ്രേഡുണ്ട്, വലിപ്പ വ്യത്യാസം അനുസരിച്ച്. മഠങ്ങളിലുമൊക്കെ ഉണ്ട് അങ്ങനെ, കണ്ടിട്ടില്ല? മഠങ്ങളിലൊക്കെ വലിയ വീതമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ മദർ സുപ്പീരിയർ വരെയൊക്കെ ആവാം. വീതമൊന്നും ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാത്രമൊക്കെ തേച്ച് കഴിയാം. മനസ്സിലായിട്ടില്ല? സംഗതി സാധനം ഈ കൂരയ്ക്കകത്തെല്ലാം ഒരുപോലെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് ഇത് ഒരുപോലെയല്ല ഗണിക്കുന്നത്. അങ്ങനെയൊക്കെയാണോ ധരിച്ചിരിക്കുന്നത്? കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊക്കെ വളരെ മനോഹരമാണ്. കോട്ടൂരിയാൽ സംഗതിയൊക്കെ വേറെയാണ്. അതുകൊണ്ട് അർജുനനെ ഒന്ന് അഴിച്ചപഗ്രഥിച്ചാൽ അർജുനൻ ഉദ്ദേശിക്കുന്ന ഈ ത്യാഗം അത് ആനന്ദത്തെ തരേണ്ടതാണ്. പക്ഷെ അർജുനൻ ദുഃഖിക്കുന്നു. അർജുനൻ പറഞ്ഞ ഭിക്ഷാന്നം ആനന്ദം തരേണ്ടതാണെങ്കിൽ സങ്കല്പിച്ചാൽ പോലും ആനന്ദം ഉണ്ടാവണം. അർജുനൻ ഭിക്ഷയെടുക്കുന്നതിനെ സങ്കല്പിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നാൽ ഭിക്ഷാന്നം ഔഷധമാണ്. ഭിക്ഷൗഷധം ഭുജ്യതാം, സാധനാപഞ്ചകം ശങ്കരൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം ഭിക്ഷൗഷധമാണ്. അത് മാറ്റുകയില്ലാത്ത രോഗമില്ല. അങ്ങനെയാണോ അർജുനൻ നേടാൻ പോകുന്നത്? കരഞ്ഞുകൊണ്ടാ ഭിക്ഷ വാങ്ങിക്കാൻ പോകുന്നത്, സന്തോഷത്തോടെയല്ല. ഒരാളുടെ അടുക്കൽ ചെന്നൊരു സാധനം ചോദിച്ചു വാങ്ങിക്കാൻ കഴിയണമെങ്കിൽ ചെറിയ അറിവൊന്നും പോരാ. ചോദിച്ചാൽ അവർ തരണമെങ്കിലും ചെറിയ അറിവൊന്നും പോരാ. ചിലർക്ക് ചോദിക്കാതെയും കിട്ടും. മനസ്സിലായില്ല? വെറുതെ പോയിരുന്നാൽ മതി. ചോദിക്കാതെ കിട്ടുന്നത് പരിചയമുള്ളവർ ഇയാൾ മഹാനാണെന്ന് വിചാരിച്ച് തരുന്നതല്ലേ? അല്ല, പരിചയമില്ലാത്തത്. എങ്ങനെയാണ് ഭിക്ഷയ്ക്ക് അർഹനായവനെ കണ്ടാൽ തിരിച്ചറിയുന്നത്? വസ്ത്രം കൊണ്ടല്ല തിരിച്ചറിയുന്നത്. കോശങ്ങളിൽ ഭിക്ഷയ്ക്കുള്ള അർഹതയുണ്ടാവും. അവന് ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരു വേദന ഉണ്ടാവും. മനസ്സിലായില്ല? ഒരു സ്വാമിയാർ ആന്ധ്രയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബെഞ്ചിലിരിക്കുക. ആ നാട്ടിലെ അയാൾക്ക് പരിചയമില്ല, ഭാഷ അറിയില്ല. മലയാളിയായ, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനായ, അല്ലെങ്കിൽ ഹിന്ദിക്കാരനായ, അല്ലെങ്കിൽ തമിഴനായ ഒരു സ്വാമി അവിടെ ഇരിക്കുന്നു. ആന്ധ്രയിലെ തെലുഗു അയാൾക്കറിയില്ല. എല്ലാ ബെഞ്ചിൽ കുറെ നേരമായിരിക്കുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. അയാളൊരു നിഷ്ഠയിലാണ് ഗുരു പറഞ്ഞിട്ട്. ആരെങ്കിലും തന്നാലേ കഴിക്കാവൂ ഇത്ര ദിവസത്തേക്ക്. അതുകൊണ്ട് നിന്റെ ഈ പാപം പോവുള്ളൂ. അത് പോകാതെ നീ നിന്റെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നിന്നിടത്തേക്ക് കടക്കുന്നത് യോഗ്യമല്ല. അതുകൊണ്ട് തന്നില്ലെങ്കിൽ പട്ടിണി കിടന്നോണം. എത്ര ദിവസമായാലും.
മരിച്ചു പോയാലെന്നാണോ നീ ചോദിക്കാൻ വരുന്നത്? പോട്ടടാ ഈ ശരീരം, അടുത്തതിൽ വന്നിട്ട് നീ സന്യസിച്ചാൽ മതി. കഠോരനിഷ്ഠനായ ഗുരു ശിഷ്യന് വേണമെങ്കിൽ താൻ പോയി വരെ പണി നോക്കടോ എന്ന് പറഞ്ഞ് സ്ഥലം വിടാം. ശരിയല്ല. പക്ഷെ ഏതോ അവാച്യമായ ഒന്ന് അയാളെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഗുരുഹിതമറിഞ്ഞ് ഈ ശിഷ്യൻ യാത്ര ചെയ്യുകയാണ്. അയാൾ പോയി ആ ബെഞ്ചിലിരിക്കുമ്പോൾ അപ്പുറത്ത് കുറെ ഭിക്ഷക്കാർ, അപ്പുറത്ത് കുറച്ചാളുകളുണ്ട്. അവർ ആന്ധ്രയിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ്. അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അവർ തീയൊക്കെ പൂട്ടി കുറെ കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചു. ഇദ്ദേഹം അവിടെ ചാഞ്ഞു കിടന്നു. ഇദ്ദേഹത്തെ അവർ കണ്ടോ കണ്ടില്ലയോ എന്നറിയില്ല. അവർ കഴിപ്പൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ തേച്ചു വെച്ചു. അപ്പോഴാ ഒരമ്മ ആ സ്റ്റേഷനിലൂടെ എന്തോ മേടിക്കാൻ പോകുമ്പോൾ ഈ ബെഞ്ചിൽ കിടക്കുന്ന ആളിനെ കാണുന്നത്. അവർ തിരിച്ചു വന്നൊന്ന് കുളിച്ചു. രാത്രി ഉണ്ട് കഴിഞ്ഞ് അവർ വീണ്ടും കുളിച്ചു. പാത്രമെല്ലാം കഴുകി. അദ്ദേഹം പറഞ്ഞതാണ്, ആ സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ ആ സംഭവത്തെ കണ്ട ഒരാളും പറഞ്ഞു കേട്ടതാണ്. പാത്രമെല്ലാം നല്ലപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി കഞ്ഞി വെച്ചു. എന്നിട്ട് പോയി നാരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് മുറിച്ച് അതിലൊരു പച്ചമുളക് ഉടച്ചു. എന്നിട്ട് സ്വാമിക്ക് കൊണ്ടുവന്ന് നല്ല പ്ലേറ്റിൽ ഈ കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, മഹാരാജ് കഴിക്കണം. അപ്പോൾ അദ്ദേഹം ആ അമ്മയോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ കഴിച്ചില്ല എന്നറിഞ്ഞത്? ഞാനിതിൽ നടന്നു പോകുമ്പോൾ അങ്ങയ്ക്ക് ഭിക്ഷ തരണമെന്ന് എൻ്റെ അന്ധക്കരണം പറഞ്ഞു. അങ്ങ് അതിന് യോഗ്യനാണെന്നും എൻ്റെ ഭിക്ഷ കഴിക്കാതെ പോകാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അങ്ങ് ഇവിടെ കിടന്നതെന്നും എൻ്റെ അന്ധക്കരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഓർത്തുവെന്നാണ്, ധാനെ ധാനെ മേ ലിഖാ ഹേ ഖാനെ വാലേ ഖാന. അപ്പോൾ ഒരു ഭിക്ഷാടകനെ, ഒരു സന്യാസിയെ അയാൾ പറഞ്ഞറിയുന്നതോ അയാളുടെ ഭക്തൻ പറഞ്ഞറിയുന്നതോ അല്ലാത്തൊരു ലോകമുണ്ട്. ഞങ്ങളെയൊക്കെ ഭക്തന്മാർ കൂടെ നിന്ന് പറഞ്ഞിട്ടാ ലോകം അറിയുന്നത്. ഞങ്ങൾ കയറി പറഞ്ഞിട്ടാ അറിയുന്നത്. ഞങ്ങൾ ഉടുപ്പ് കൊണ്ട് കാണിച്ചിട്ടാ അറിയുന്നത്. മറ്റതല്ല. അപ്പോൾ ഭൈക്ഷ്യം കൊണ്ട് ജീവിക്കാൻ പോകുമ്പോൾ അത് സങ്കല്പിക്കുമ്പോൾ പോലും ആനന്ദമുണ്ടാവണം. അത് പഠിക്കുന്നവൻ ആനന്ദമുണ്ടാവണം. അർജുനനാകട്ടെ കരഞ്ഞോണ്ടാ പറയും, ഗുരുക്കന്മാരെ കൊല്ലാതെ ഞാൻ ഭിക്ഷ എടുത്ത് കഴിച്ചോളാം. അങ്ങനെയുള്ളതല്ല ഭിക്ഷ. ഭിക്ഷ ആനന്ദപൂർവകമാണ്. ഒരാൾ തന്നാൽ ഭിക്ഷ വാങ്ങാൻ കരുത്തുണ്ടാകുന്നത് അറിവിലാണ്. ഒരാളോട് ചോദിച്ചു വാങ്ങാൻ കരുത്തുണ്ടാകുന്നത് അതിലും അറിവിലാണ്. മനസ്സിലായില്ല? ദശമഠാധീശ്വരനും ഒരുപാട് ഗോക്കളും ഒരുപാട് ആലയങ്ങളുമൊക്കെ ഉള്ളവനുമായൊരു സ്വാമിയെ ഒരു ഗൃഹസ്ഥൻ സ്വാമി ഭിക്ഷ കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നടുക്കത്തോടെ നോക്കുന്നു. എന്ത് ഭിക്ഷ? എന്ത് ഭിക്ഷ? എന്റെ ഭിക്ഷ തന്നെയാണ് ഞാൻ നടക്കുന്നത്. മനസ്സിലായില്ല? സ്വാമി ഡിന്നർ റെഡിയായി. യു ആർ റൈറ്റ്. മനസ്സിലായില്ല? ഇങ്ങനെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. മനസ്സിലായി? അല്പമെങ്കിലും ചായ കുടിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാണ്.